അത് പലപ്പോഴും നമ്മളൊരു ഗ്രീക്ക് വേർഡിൽ പറയുന്നത് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വായ എന്നാണ് പറയാം. ഓപ്പണിംഗ് ഒരു വായ അല്ലെ, അതിന്റെ ഉള്ളിൽ കൂടിയാണ് ഇത് വരുന്നത്. അപ്പം അതിൽ പല തരത്തിലുള്ള സ്റ്റോമകൾ ഉണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മളൊന്ന് ഓർക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോമയാണ് എന്നുള്ളത്. ഓക്കെ, അതാണ് ഗ്രീക്ക് വേർഡ് ആണ് അതിന്റെ. സ്റ്റോമ എന്ന് പറഞ്ഞാൽ മൗത്ത് എന്നാണ്, മൗത്ത് ഓപ്പണിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. അത് ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. പലതരത്തിലുള്ള സ്റ്റോമയിൽ നിന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ആളെ തന്നെ അല്ലാതെ നമ്മൾ വേണം പറയാൻ കേട്ടോ. ഇത് വന്നിട്ട് ആഫ്രിക്കൻ ഒരു നിന്ന് എടുത്ത ഒരു പിക്ചറാണ് കേട്ടോ. അതുകൊണ്ട് അവർ വെച്ചിരിക്കുന്നുണ്ട്, വെറും തുണികളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആഫ്രിക്കൻ കൺട്രീസ് പോവുകയാണെങ്കിൽ പോർ കൺട്രീസിൽ ഇതിനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരു സാധനമില്ല. തുണിയും ഇലയും ഇതൊക്കെ വെച്ചിട്ടാണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. ഇത് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബാഗാണ്. പക്ഷെ ഈ ബാഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാരണം എന്താ പറയാ, അതിന്റെ ആ ഉണ്ടാക്കിയിരിക്കുന്ന റബ്ബർ ഭയങ്കരമായിട്ട് നമുക്ക് അലർജിക് റിയാക്ഷൻ വരും. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പണ്ട് നമ്മുടെ അവിടുത്തെ പാലിയേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും അതിന്റെ പ്രശ്നം എന്താണ്? അലർജി. സ്പെഷ്യലി അതിന്റെ ഈ ബെൽറ്റ് ഇല്ലേ, ഈ ബെൽറ്റ്. കാരണം വേർപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചൊറിഞ്ഞും തുടങ്ങും, ചൊറിഞ്ഞ് അവർക്ക് പൊട്ടും. അതും രണ്ട് ഈ ബാഗിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, സാധാ ബാഗ് വെക്കുമ്പോ കാണും, ഈ ബാഗ് കൂടെ വെക്കുമ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും. അപ്പം ആൾക്കാർക്ക് പുറമേയുള്ള ആൾക്കാർ കാണുമ്പോൾ ഇവിടെ എന്തോ വെച്ച പോലെ കാണും. ഓക്കെ, അതാണ് അതിന്റെ ഒരു അടുത്ത പ്രശ്നം. ചീപ്പാണ്, കാര്യം പറയുകയാണെങ്കിൽ വളരെ ചീപ്പാണ് സാധനം. അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു 3 ബാഗോളം കിട്ടുകയും ചെയ്യാം അവർക്ക്. അപ്പൊ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്ത് കളയാം, അങ്ങനെ ആവാം. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേഷ്യൻസ് ആവുമ്പോൾ, പക്ഷെ ഇത് വീണ്ടും ഡിസ്പോസിബിൾ ബാഗാണ്. ഡിസ്പോസിബിൾ ബാഗിന് അതിനായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. രണ്ടാമത് അത് കോസ്റ്റ്ലി ആണ്. ഇതൊന്നും പറഞ്ഞ ഇത് എന്താണ്? ഇത് എന്ത് സ്റ്റോമിയായിരിക്കും? ഇതെന്ത് ഓസ്റ്റമിയാ? അത് ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്, റൈറ്റ് സൈഡിലാണ് കാണുന്നത്. അത് വന്നിട്ട് ഇലിയോസ്റ്റമിയാണ്. ഓക്കെ, ഇനി ഒരു സ്റ്റോമ എന്താണ് സ്റ്റോമ എന്നുള്ളത് പേപ്പറില് റിപ്പോർട്ടില് പേഷ്യന്റ് സർജറി റിപ്പോർട്ടില് വരുന്നത് നോക്കിയിട്ട് വേണം അത് വ്യക്തമാക്കാനും കേട്ടോ. ഇത് കണ്ടുള്ള ഇലിയോസ്റ്റമിയാന്ന് പറയാൻ നിൽക്കരുത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഡൈവേർഷൻ സ്റ്റോമാസ് നടത്താറുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ഓൺലി സർജറി റിപ്പോർട്ട്സിൽ മാത്രമേ കിട്ടുള്ളൂ എന്ത് ഡൈവേർഷൻ സ്റ്റോമയാണ് ഇവര് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ കോളൻ സൈഡിലുള്ള ലാസ്റ്റ് കോൺസ് ഡൈൻറ്റസ്റ്റൈൻ വേണമെങ്കിൽ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാവും. എഴുതുമ്പോൾ അതൊരു ഇലിയോസ്റ്റമി അല്ല, ഡൈവേർഷണൽ ആയിരിക്കും. ഡൈവേർഷണൽ ഇലിയോസ്റ്റമി, ഡൈവേർഷണൽ കൊളോസ്റ്റമി, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഒന്ന് ആലോചിക്കണം, ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ അവരുടെ അടുത്ത് സർജിക്കൽ ആ റിപ്പോർട്ട് ഒന്ന് കാണിക്കാൻ പറയാം. സർജറി ചെയ്ത സ്ഥലത്ത് എന്താ എഴുതുന്നത് അവരെപ്പോഴും കാണില്ല. നമ്മുടെ സർജറി റിപ്പോർട്ട് അതെപ്പോഴും കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് ടൈപ്സ്. ഇൻപുട്ട് ഓസ്റ്റമി എന്ന് പറയും, നമ്മൾ ഔട്ട്പുട്ട് ഓസ്റ്റമി എന്ന് പറയും. നിങ്ങൾക്ക് അറിയാം, ഇന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നത് അതാണ് ഈ ട്രക്യോസ്റ്റമി, ഫീഡിങ് ജിസിനോസ്റ്റമി. ഇതൊക്കെ ഇന്നാണ്. ഗ്യാസ്ട്രോസ്റ്റമി, ഫീഡിങ് ഇലിയോസ്റ്റമി, ഇതൊക്കെ അല്ല നോ ടേക്കിംഗ് ഫോട്ടോസ് അവിടെ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ്. ഔട്ട്പുട്ട് ഓസ്റ്റമി എന്ന് പറയുമ്പോൾ കൊളോസ്റ്റമി, യൂറോസ്റ്റമി, ഇലിയോസ്റ്റമി, നെഫ്രോസ്റ്റമി ഇതൊക്കെ ഔട്ട്പുട്ടിൽ വരുന്ന പുറമേക്ക് വരുന്ന കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് പേഷ്യന്റ്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് സ്റ്റോമ തിരിക്കാം, അതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റോമ തിരിക്കുന്നുണ്ട്, പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ സ്റ്റോമ തിരിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ലൊക്കേഷൻ അനുസരിച്ച് പറയുമ്പോൾ പല കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ ടെമ്പററി പറയാറുണ്ട്, പെർമനന്റ് പറയാറുണ്ട്.
അല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈം ഇലിയോസ്റ്റമി, ഈവൻ ട്രാൻസ്വേഴ്സ് കൊളോസ്റ്റോമി, ഇതൊക്കെ ടെമ്പററി സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ ക്യാൻസർ പേഷ്യൻസിനും കുറച്ചൊരു ഏജ്ഡ് ആയപ്പോൾ പേഷ്യൻസിന് വരുമ്പോൾ ഉള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇലിയോസ്റ്റമി ഒക്കെ തിരിച്ചു വന്നിട്ട് നോർമൽ ആക്കുന്നത്? വളരെ കുറച്ചേ ഉള്ളൂ. ചില പേഷ്യൻസ് നമ്മൾ ഇലിയോസ്റ്റമി ചെയ്യുമ്പോൾ അത് പറയുമ്പോൾ ടെമ്പററി ആണ്, പക്ഷെ പല പേഷ്യൻസും അത് പെർമനന്റ് ആയിട്ട് പോകുന്ന പേഷ്യൻസും ഉണ്ട്. അപ്പൊ ടെമ്പററി ഇലിയോസ്റ്റമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് ചെയ്യണം. അത് കൂടുതലും ഇപ്പൊ ഒരു റോഡ് സൈഡ് ആക്സിഡന്റ് ഉണ്ടായി, ആ ആക്സിഡന്റിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അബ്ഡമൻ ആണ് പ്രശ്നമെങ്കിൽ അവരെന്താക്കും, കുറച്ച് നേരത്തേക്ക് അത് തിരിച്ച് ഇതാക്കാൻ വേണ്ടി ഇപ്പൊ എവിടെയെങ്കിലും ഒരു സർജറി ചെയ്യണം. അപ്പം മോശം, അതായത് റെക്ടൽ കോളത്തിന് കുറച്ച് ഒരു റെസ്റ്റ് കൊടുക്കുന്നുണ്ടാകുമ്പോൾ എന്താക്കും, ടെമ്പററി ആയിട്ട് ഒരു കൊളസ്റ്റോമി ചെയ്യും. കുറെ കഴിയുമ്പോൾ അത് റീ അനസ്റ്റോസ്മോസ് ചെയ്യും. കുട്ടികളിൽ മെഗാകോളൻ എന്നൊക്കെ പറയും കേട്ടാ, അവർക്കൊക്കെ ഇതേപോലെ തന്നെയാണ്. ചെൻസ് കുട്ടിക്ക് വന്നിട്ട് വയറ്റിന്ന് പോകുന്നില്ലെങ്കിൽ ആ സമയത്ത് അവർ ചെയ്യുന്നത് സ്റ്റോമണ്ട് കൊളസ്റ്റോമി ചെയ്തിരിക്കും. കുട്ടി കുറച്ചൊരു 9 മാസമൊക്കെ കഴിഞ്ഞ് ആരോഗ്യക്കായി കഴിയുമ്പോൾ അതെന്താക്കും, റിവേഴ്സ് ചെയ്യും. അപ്പൊ കുട്ടിക്ക് നോർമലായിട്ട് പോകാൻ പറ്റും. അപ്പൊ അതൊക്കെ ടെമ്പററിയിൽ വരുന്നതാണ്. പെർമനന്റിൽ എന്താണ്, മുഖ്യമായും സിയോ കോളൻ പേഷ്യൻസ് ആണ്. അതെപ്പോഴും പെർമനന്റ് ആയിരിക്കും, അതായത് ജീവിതകാലം മുഴുവൻ ആ സ്റ്റോമയും കൊണ്ട് നടക്കണം. പക്ഷെ ഇപ്പൊ പുതിയ പുതിയ സർജറീസ് വന്നിട്ടുണ്ട് കേട്ടോ, പുതിയ സർജറികൾ വന്നിട്ടുണ്ട്. കോളനെ ഡൈവേർട്ട് ചെയ്തിട്ട് പേഷ്യന്റിനെ പുറത്തേക്ക് കാണാത്ത പോലെ ഡൈവേർട്ട് ചെയ്ത് ഉള്ളിൽ തന്നെ സർജറി ചെയ്ത് നോർമലായിട്ട് അവർ പാസ് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓൾ ഡിപ്പെൻസ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പൊ പല കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഇങ്ങനത്തെ സർജറി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും എന്താ പ്രശ്നം, അതിന്റെ കോസ്റ്റ് കൂടും. പിന്നെ സർജറി ചെയ്ത ശേഷം എത്ര കാലം നിൽക്കും എന്നുള്ള ഒരു ഇത്. അപ്പം എപ്പോഴും എന്താ നോക്കുന്ന, പേഷ്യന്റ് ഏജ് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് അത് എവിടെയാണ് സ്റ്റോമ ഉള്ളത്, എവിടെയാണ് ആ എന്താ പറയുക ക്യാൻസർ ഉള്ളത്, അത് വന്നിട്ട് എത്രത്തോളം ബാക്കിയുള്ള നമ്മുടെ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടോ, ഇതൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾക്ക് പാലിയേറ്റീവ് പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ അതിലൊരു സ്റ്റെപ്പ് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റിനോട് നമ്മളിപ്പോഴും പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന്. കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പേഷ്യന്റിന്റെ സ്റ്റോമ എങ്ങനത്തെ സ്റ്റോമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കുറച്ചൊന്ന് അറിയണം. ഓക്കെ, അപ്പം ടെമ്പററി സ്റ്റോമ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതെന്തുകൊണ്ടാണ് എന്നുള്ളത്. ടെമ്പററി പെർമനന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ആണ് അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ വന്നത്. അപ്പൊ നമ്മൾ പറയും അസെൻഡിങ് കോളൻ, അത് ഞാൻ ഫോട്ടോയിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇത് അസെൻഡിങ് കോളൻ ആണ്, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, ഇത് സിഗ്മോയിഡ് കോളൻ. ഈ ഒരു പിക്ചർ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റ് വരുമ്പം അത് ഏത് ഭാഗത്താണ്, ആ ഭാഗത്തിൽ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴായിരിക്കണം, റൈറ്റ് സൈഡ് ആകുമ്പോൾ ഇതൊരു അസെൻഡിങ് കോളൻ. അപ്പൊ ഇത് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. അതിന്റെ മുമ്പ് വരുന്നതാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ, അതിനാണ് EVM ജിജിയുടെ മാർക്കൊക്കെ വരുന്നത്. ഞാൻ പോകുന്നില്ല. ട്രാൻസ്വേഴ്സ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ. അപ്പം അസെൻഡിങ് കോളനില് മോഷൻ എങ്ങനത്തെ ഉള്ളതാണ്, സ്റ്റൂൾ എങ്ങനെയായിരിക്കും, ലൂസ് സ്റ്റൂൾ ആയിരിക്കും. അത് വാട്ടറി സ്റ്റൂൾ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്, വാട്ടർ അതുവരെ അബ്സോർബ് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ, ട്രാൻസ്വേഴ്സ് കോളനിലോ എപ്പോഴും മഷി സ്റ്റൂളാണ്, സെമിയാണ് കേട്ടോ. അവിടെയും ഇത് തന്നെയാണ്, എന്താണ്, മുഴുവനായി വാട്ടർ അബ്സോർബ് ചെയ്ത് പോയിട്ടില്ല. പക്ഷെ ബൈ ദ ടൈം ഇറ്റ് റീച്ചസ് ദ ഡിസെൻഡിങ് കോളൻ വാട്ടർ ഫുള്ള് അബ്സോർബ് ആയി കഴിഞ്ഞു, ഫോംഡ് സ്റ്റൂൾ ആയിരിക്കും. ഓക്കെ, സോ ഡിസെൻഡിങ് സിഗ്മോയിഡ് കോളനിൽ എപ്പോഴും ഫോംഡ് സ്റ്റൂൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കോളത്തിനെ പറ്റി കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ഒരു പേഷ്യന്റിന് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പൊ പേഷ്യന്റ് നമ്മളോട് ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് വെള്ളം പോലെ ഉള്ളത്, ഞാൻ അയാളുടെ കണ്ടിരുന്നു, അയാളുടെ മോഷൻ നല്ലോണം കട്ടിയായിട്ടാണ് പോണേ, എന്നെ എന്തുകൊണ്ടാണ് വെള്ളമായിട്ട് പോണേ. നമുക്ക് പറയാൻ അറിയണം. നമ്മൾ ആഹാരം കഴിഞ്ഞിട്ട് അത് ഇതുവരെ ദഹിച്ചിട്ടില്ല, വെള്ളമൊന്നും അഗ്രഹണം നടന്നിട്ടില്ല. അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതുവരെ എത്തണം,
അവസാനത്തെ ഡിസെൻഡിങ് വരെ എത്തണം, എങ്കിൽ മാത്രമേ ഫുൾ അബ്സോർപ്ഷൻ നടക്കുന്നുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ അസെൻഡിങ് ഉണ്ട്, അസെൻഡിങ് എന്താണെന്ന് മനസ്സിലായാലോ? ട്രാൻസ്ഫർ. അപ്പൊ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ. അപ്പൊ ഇൻഡിക്കേഷൻ വെച്ച് വരാം നമുക്ക്. സോ അസെൻഡിങ് കോളൻ ഫ്ലൂയിഡ് നേച്ചർ ഞാൻ പറഞ്ഞു. ഇനി ട്രാൻസ്വേഴ്സ് കോളൻ. ട്രാൻസ്വേഴ്സ് കോളനിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മഷിയാണ്. നെക്സ്റ്റ് വരുന്നതാണ് സിഗ്മോയിഡ് കോളൻ. ഡിസെൻഡിങ് ആൻഡ് സിഗ്മോയിഡ് കോളൻ ആണ്. ഡിസെൻഡിങ് ആൻഡ് സിഗ്മോയിഡ് കോളനിൽ സോളിഡ് നേച്ചർ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, വേറൊരു കാര്യം എന്താണ്? ഡിസെൻഡിങ് കോളനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസെൻഡിങ് കോളനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറിഗേഷൻ ചെയ്യുന്നത് വെറും ഡിസെൻഡിങ് സിഗ്മോയിഡ് കോളനിലെ കൊളസ്റ്റമിക്ക് മാത്രമേ ഇറിഗേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, ഒരു പേഷ്യന്റിന്റെ ബ്ലാഡർ വന്നിട്ട്, പേഷ്യന്റിന് കോളൻ ക്യാൻസർ ആയിരുന്നു, അത് ഇൻഫിൽട്രേറ്റ് ചെയ്തു ഇതിലേക്ക്, ബ്ലാഡറിലേക്ക് കേട്ടോ. അപ്പൊ എന്താക്കി, സർജറി ചെയ്യുമ്പോൾ തന്നെ എന്താക്കി, ബ്ലാഡർ വന്നിട്ട് ഡൈവേർട്ട് ചെയ്തു എവിടേക്ക്? കൊളസ്ട്രോമിയിലേക്ക്. ഓക്കെ, സിഗ്മോയിഡിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടു. പേഷ്യന്റിനോട് പെരിഫറിന്ന് എന്താ പറഞ്ഞയച്ചത്? നിങ്ങള് പാലിയേറ്റീവിൽ പോയിക്കോ, നിങ്ങൾക്ക് ഇറിഗേഷൻ പഠിപ്പിച്ചു തരുന്നു. 32 വയസ്സുള്ള ഒരു ചെക്കൻ വന്ന് അവൻ ബിസിനസ് ചെയ്യാണ്. അവൻ വളരെ സന്തോഷത്തോടു കൂടി വന്ന് പാലിയേറ്റീവിലേക്ക് കേട്ടോ. പാലിയേറ്റീവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇറിഗേഷൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല കാര്യം, ഇറിഗേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, നമ്മളും പഠിപ്പിച്ചു കൊടുക്കാമെന്ന് നമ്മളും പറഞ്ഞു അല്ലേ. പക്ഷെ റിപ്പോർട്ട് നോക്കിയപ്പോ എന്താണ്, ഇറ്റ് വാസ് എ ഡൈവേർട്ടഡ് കൊളസ്ട്രോമി ആയിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് യൂറിൻ സ്മെൽ അടിക്കാം. ഈ കൊളസ്ട്രോമിലേക്ക് വരുന്ന യൂറിനും ഉണ്ട്, മിക്സ്ഡ് ആണ് അല്ലേ. അപ്പൊ അടുത്ത പ്രശ്നം എന്താ, നമുക്ക് രോഗികൾ എന്താ അടുത്ത് പറയുന്നത്? നമ്മളപ്പോ ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ പറയുന്നത് ചെയ്യാൻ പറ്റില്ല എന്ന്, പക്ഷെ അവിടെ നിന്ന് പറഞ്ഞു ഇത് ചെയ്യാം. അപ്പൊ എന്താ അവിടെ പ്രശ്നം വരികയെന്നറിയാം, നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഭയങ്കര പ്രശ്നം വരുന്നു അല്ലേ. അപ്പൊ എനിക്ക് പറയാം, ചിലപ്പോൾ പറയേണ്ടി വരും അവർക്കത് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ്. പക്ഷെ അത് വീണ്ടും അടുത്ത പ്രശ്നമാണ്, ചോദ്യം വീണ്ടും വരും, അതെന്തുകൊണ്ട് അവർക്ക് അറിയില്ല, നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു പേഷ്യന്റ് വന്നാലും കണ്ണ് അടച്ച പേഷ്യന്റിനെ പറഞ്ഞ് അയക്കരുത്. ആദ്യം നിങ്ങളൊന്ന് റിപ്പോർട്ട് നോക്കുക, എന്താണ് റിപ്പോർട്ട്. നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ ഹയർ സെന്ററിൽ പോയിക്കോളൂ, അത് നോക്കിയിട്ട് നിങ്ങളോട് പറയും. അവിടെ എന്താ അവർ ചെയ്യുന്ന വെച്ചാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അല്ലാതെ കണ്ണടച്ച് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞു കഴിക്കുമ്പോൾ അത് പേഷ്യന്റ് ഭയങ്കര ഒരു വിഷമമാണ്. കാരണം എന്താ അറിയോ, ഒരു ആഗ്രഹം വന്നുള്ളിലില്ലേ, ആവും ഇനിയിപ്പോ എനിക്ക് സുഖമായിട്ട് ഇതൊക്കെ ചെയ്യണം. അയാൾ ഓൾറെഡി ചോദിച്ച് അന്വേഷിച്ചു, ഇറിഗേഷൻ എന്താന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവസാനം നമ്മൾ അയാളോട് പറഞ്ഞിട്ടൊന്നും ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വിഷമമായിരിക്കും. അതൊരു 10-30 വയസ്സ് കഴിയുമ്പം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഭയങ്കര ഇതായിരിക്കും മനസ്സിന്റെ ഉള്ളിൽ. അപ്പൊ അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഡിസെൻഡിങ് സിഗ്മോയിഡ് കോളനിൽ മാത്രമേ നമുക്ക് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ്, എപ്പോഴും റിപ്പോർട്ട് വായിച്ചിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 3, ഇറിഗേഷൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിനും ഇറിഗേഷൻ ചെയ്യണമെന്നുമില്ല. ഒന്ന്, പേഷ്യന്റ് ഓട്ടോണമി. എന്താണ് ഓട്ടോണമി? ഓട്ടോണമി അവരുടെ എന്താ പറയാ, ബവൽസ് ഇതൊക്കെ ഹാബിറ്റ്സ് ഒക്കെ റെഡി ആണെങ്കിൽ പിന്നെ ഇറിഗേഷന്റെ എന്താ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ഇറിഗേഷൻ ആവശ്യമില്ലല്ലോ. Yeah, that's patient's right. The patient's right take a decision on that. Autonomy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യകത എന്ന് പറയാം, എൻ്റെ റൈറ്റ്സ് ആണ് ഇല്ലേ, എനിക്ക് വേണോ വേണ്ടോന്ന് പറയാൻ ഞാൻ തീരുമാനിക്കുന്നത് ഇല്ലേ, അതാണ് ഓട്ടോണമി. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഇറിഗേഷൻ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ ഓട്ടോണമിയും കൂടി നോക്കണം, അല്ലാണ്ട് എടുത്തിട്ടോ ഇത് ചെയ്തോന്നല്ല. ഓക്കെ, ഇതൊന്നും ചെയ്യാതിരിക്കുന്ന പേഷ്യൻസും ഉണ്ട് അല്ല. RCC തിരുവനന്തപുരത്ത് ഒരു ഈ കൊറോണമാരില്ലേ, ഇങ്ങനെ ഓരോ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ, 15 വർഷമായിട്ട് അവർ ഉപയോഗിക്കുന്ന ചിരട്ടല്ല, 3 കണ്ണുള്ള ചിരട്ടല്ല, അതാണ് അയാളുടെ കൊളസ്ട്രോമി ബാഗ്.
അയാളോട് എനിക്ക് പോയി പറയാൻ പറ്റുമോ, ഹലോ നിങ്ങൾ ഇറിഗേഷൻ ചെയ്തോ അല്ലെങ്കിൽ ഞങ്ങൾ ബാഗ് തരാന്ന്? അയാളുടെ സ്കിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പേഷ്യന്റ് സ്കിന്നൊന്നും ഒന്നിനും കൊള്ളൂല എന്നാണ്. അത്രയ്ക്ക് നീറ്റാണ്. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം അത്ര ഭംഗിയായിട്ടാണ് അവരത് ടേക്ക് കെയർ ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് 2 സൈഡിൽ ഒരു തുള ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് അവരുടെ ആ കഴുത കെട്ടുന്ന ചരട്ടില്ലേ, അതിന്റെ ഡബിൾ 2 ഇങ്ങനെ സൈഡിട്ട് ആ ഡബിൾ ഇതിലാണ് അയാൾ പിന്നിൽ അത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഇത്. അപ്പൊ അതിങ്ങനെ വെറ്റ് ആവുമ്പോൾ അതെടുത്ത് അയാള് കളയാണ്. രണ്ടാമത് എന്താ വെച്ചാല് കൃത്യമായി സർജറി ചെയ്ത് ആ ദിവസം തൊട്ട് കൃത്യമായിട്ട് ബാത്റൂമിൽ പോയി ഇരുന്ന് പഠിച്ചു. ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാല് സർജറി കഴിയുമ്പോൾ പേഷ്യൻസിനോട് പറയാണ്ടിരിക്കുന്നതാണ് പേഷ്യൻസിനെ അറിയുന്നില്ല കേട്ടോ. അപ്പൊ പല ഇതിലും ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് കേട്ടോ. അത് കൃത്യമായി പോയി ഇരുന്ന് നമ്മൾ കുട്ടികളെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പോട്ടി ട്രെയിനിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വീണ്ടും ഇവരെ ആ ട്രെയിനിങ് എടുക്കുകയാണ് കേട്ടോ. കുറേ നേരം പോയി അങ്ങോട്ട് ഇരിക്കും. ഇതിനകത്ത് ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇത് വരുന്നുണ്ട്, അപ്പൊ ഒരു മെസ്സേജസ് വരും. എന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ട്. അപ്പൊ പേഷ്യന്റിന്റെ ഓട്ടോണമി നമ്മൾ അറിയുന്നത്, അതായത് പേഷ്യന്റിന് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളത് അവരാണ് അത് തീരുമാനിക്കേണ്ടത്. ഓക്കെ. അപ്പൊ സിംഗിൾ ബാരൽ കൊളസ്ട്രോമി എന്ന് പറയുന്നത് എപ്പോഴും സിഗ്മോയിഡ് ഡിസെൻഡിങ് കോളനിൽ ചെയ്യുന്നതാണ്. അതിൽ ഒറ്റൊരു ഹോളാണ് ഉണ്ടാവുക. ഇനി വരുന്നത് ഡബിൾ ബാരൽ കൊളസ്ട്രോമി. അത് വരുന്നത് എപ്പോഴും 2 ഹോൾ ഉണ്ടാവും അതില്. അത് എപ്പോഴും ട്രാൻസ്വേഴ്സ് കോളനിലാണ് ചെയ്യുക. ഒന്നില് മ്യൂക്കസ് വരുന്നു, ഒന്നില് ഇത് വരുന്നു, എന്താ പറയാ, സ്റ്റൂൾ വരുന്നു. ഓക്കെ. ഇനി ലൂപ്പ് കൊളസ്ട്രോമി എന്ന് പറയുന്നത് കൂടുതലും ഒരു ട്രാൻസ്വേഴ്സ് സൈഡ്, അത് അസെൻഡിങ് ട്രാൻസ്വേഴ്സ്, അതിലാണ് ലൂപ്പ് കൊളസ്ട്രോമി ചെയ്യുന്നത്. ലൂപ്പ് കൊളസ്ട്രോമിന്റെ ഒരു ഇത് ഇപ്പൊ നമുക്ക് വരാം. എന്താണ് ലൂപ്പ് കൊളസ്ട്രോമി? ഇതാണ് ലൂപ്പ് കൊളസ്ട്രോമി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഒരു ബ്രേസ് ഉണ്ട്, കാണുന്നുണ്ടോ? അതിന് ബ്രേസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരു ഇതാണ് എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനമാണ്. അത് ചിലപ്പോൾ റബ്ബറിലും വരുന്നുണ്ട്. അത് വേറെ ഒന്നിനല്ല, അത് സാധാരണ രീതിയിൽ അസെപ്റ്റിക് കോളനിലുള്ള കൊളസ്ട്രോമി പേഷ്യൻസിന് ചെയ്യുമ്പോൾ ആ ലൂപ്പ് വന്നിട്ട്, അതായത് ഈ സ്റ്റോമ അല്ലേ, ഈ സ്റ്റോമ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ഇത് ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ സാധനം തിരിച്ചു പോകരുത്, ഉള്ളിലോട്ട് വലിയരുത്. അതായത് ഇത് വലിഞ്ഞു പോകും ചില സമയം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താക്കും, ഈ സാധനത്തിന്റെ മുകളിൽ അത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ്. അതൊരു 7-10 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലവർക്ക് വീഴും, ചിലവർക്ക് അത് പോയിട്ട് മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞ പേഷ്യന്റിന് എന്താ സംഭവിച്ച വെച്ചാല് 3 മാസമായിട്ട് പേഷ്യന്റ് ആ ലൂപ്പും വെച്ചുകൊണ്ടാണ് നടന്നത്. അതിന്റെ മുഴുവൻ ഇൻഫെക്ഷൻ ആയി പേഷ്യന്റ് ഇവിടെ മുഴുവൻ. അവർക്ക് അറിയില്ലാണോന്നോ അതോ അവര് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലോ, എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. പേഷ്യന്റിന്റെ ഫാമിലിയിൽ ആരും, അത് കഴിഞ്ഞിട്ടാണ് പേഷ്യന്റ് തിരിച്ച് പേഷ്യന്റിന്റെ സ്ഥലത്ത് വന്നത്. അപ്പൊ ഇതൊരു പ്രശ്നം വന്നപ്പോഴാണ് ഇവിടെ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഏറ്റവും രസം എന്താ വെച്ചാൽ സ്റ്റാഫ് അവിടെ പോയപ്പോ സ്റ്റാഫിനും അറിയുന്നില്ല അത് എന്താണ് എന്നുള്ളത്. ഓക്കെ. അങ്ങനെയാണ് സ്റ്റാഫ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പിക്ചർ അയക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പിക്ചർ അയച്ചപ്പോ എനിക്ക് ക്ലിയർ ആയത് ലൂപ്പാണെന്നുള്ളത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ ഒന്നാമത് ഇൻഫെക്ഷൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ മുറവർ എന്തായി, പേഷ്യന്റ് മോഷൻ വരുന്നത് കുറച്ച് കുറഞ്ഞു തുടങ്ങി. ഓക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾ പേഷ്യന്റ് വീണ്ടും സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്തെങ്കിലും ഉള്ളിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് അറിയില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഇൻഫെക്ഷൻ വന്നിട്ട് ഇപ്പൊ ഈ ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? ഇൻഫെക്ഷന്റെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇൻഫെക്ഷൻ കുറേ കൂടി ഇതാവുമ്പോഴേക്ക് നെക്രോസിസ് സംഭവിക്കും. നെക്രോസിസ് സംഭവിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ഡക്ട് വരെ ആവാനുള്ള വഴികളുണ്ട്. കാരണം ബ്ലഡ് സപ്ലൈ ഇല്ലാണ്ട് വരും. അപ്പൊ എപ്പോഴും ലൂപ്പ് കൊളസ്ട്രോമി അങ്ങനത്തെ പേഷ്യന്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഡോക്ടർ നിങ്ങളോട് എപ്പോഴെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എടുക്കാറുണ്ട്. ചിലപ്പോൾ അവരത് മറന്നു പോകും. അതിനാണ് റിപ്പോർട്ട് വായിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയാലും ഇൻഡിക്കേഷൻസ് ആർക്കൊക്കെ വേണം കൊളസ്ട്രോമി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും ഒബ്സ്ട്രക്ഷനിൽ വരാം. പിന്നെ ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും ഫിസ്റ്റുല. ഇപ്പൊ ഈ ഫിസ്റ്റുലന്റെ എടുക്കുമ്പോൾ ഒരു ഇതുണ്ട്. ചില ഫിസ്റ്റുലയിൽ ചെയ്യുന്നത് ഇത് റെക്ടോവെജൈനൽ ഫിസ്റ്റുലാസ് കേട്ടോ. തുടക്കമാണെങ്കിൽ അത് നന്നായി പോകും. പക്ഷെ അത് തുടക്കമല്ല, കുറെ മുട്ടിലേക്കാണ് പോകുന്നത്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
അപ്പൊ കൺസനൈറ്റൽ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി എന്താ, ജനിച്ച കുട്ടിക്ക് റക്തം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ജനിച്ച ഉടനെ അവരുടെ സ്വന്തം അച്ഛനമ്മ കുട്ടിക്ക് വന്നിട്ട് മലം പോവാണ്ട് ദ്വാരകം ഇല്ലാന്ന് കണ്ടപ്പോൾ അവരെന്താക്കിയൊരു കുട്ടീനെ ഉപേക്ഷിച്ച് കളഞ്ഞു ഒരു ഓർഫനേജില്. അത് കഴിഞ്ഞ് ആ ഓർഫനേജിൽ നിന്ന് സിസ്റ്റർമാര് നോക്കിയപ്പോൾ ഈ കുട്ടിക്ക് മലം പോകുന്ന വഴിയില്ല. അവര് പിന്നെ എടുത്ത് വേഗം കോളേജിലേക്ക് വന്നു. കോളേജിൽ കൊണ്ടുപോയി അവരങ്ങനെ സർജറി ചെയ്തു കൊടുത്തു. സർജറി എന്താ ചെയ്ത, കൊളസ്ട്രോമിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി വളർന്നത് കൊളസ്ട്രോമി വെച്ചിട്ടാണ്. പക്ഷെ ഒരു ഏജ് എത്തിയപ്പം കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയാ, അറിവ് തുടങ്ങിയപ്പോ അതിനറിയില്ല ഇത് എന്താ സാധനം എന്ന് കേട്ടോ. ഇവര് വന്നിട്ട് അതേപോലെ അവിടെ അൻസിസ്റ്റേഴ്സിന് അറിയില്ല ഇങ്ങനത്തെ ബാഗ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന്. അവരെന്താ ചെയ്യാ വെച്ചാല് ഒരു തുണി വെച്ചു കൊടുക്കും അവിടെ കേട്ടോ. ഇതെന്താക്കും, തുണി പറിച്ചു കളയും. കുറെ കഴിയുമ്പോൾ ഇതിന്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ നടക്കും കേട്ടാ. അങ്ങനെ ഒരു 7 വയസ്സാവുമ്പോഴേക്ക് ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ജർമ്മനിന്ന് കുറച്ച് ആൾക്കാർ വന്നു. ജർമ്മനിൽ കേട്ടാ. അവർ പറഞ്ഞു ഞങ്ങൾ ഈ കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത്, അവർക്ക് മക്കളില്ല, അപ്പൊ അവർക്ക് വന്നിട്ട് അഡോപ്റ്റ് ചെയ്യണം. ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അവർ വന്നിട്ട് ഈ സർജറി, അതായത് നമ്മൾ പറയാം എപ്പോഴും ഇൻകർപ്പറേറ്റഡ് എൻഡോസ്കോപ്പി, അവരത് സർജറി ചെയ്യാൻ തയ്യാറായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് വന്നത്. ഹോസ്പിറ്റലിലേക്ക് അവർ വന്നു. ഹോസ്പിറ്റലിൽ നമ്മൾ അവർക്ക് ഈ ബാഗ് കൊടുത്തിട്ട്, അതായത് കുട്ടി ജർമ്മനി എത്തുന്നവരെ ഈ പേരൻസിന്റെ കൂടെ ഡോക്ടർ പേരൻസ് ജർമ്മനി എത്തുന്നവരെ അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സാധാ ഓപ്പറേഷൻ സർജറി ചെയ്തെടുത്തു. അപ്പൊ കൺസനൈറ്റൽ അബ്നോർമാലിറ്റി ഉണ്ടാവാറുണ്ട്, പക്ഷെ വളരെ വേറെ കൂടിയാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സ്റ്റേജാണ് പ്രീ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, റീഹാബിലിറ്റേഷൻ ഫേസ്. യൂഷ്വലി നമുക്ക് കിട്ടുന്ന ഫേസ് ഏതാണ്? ഈ 2 ഫേസാണ് നമുക്ക് കിട്ടാറുള്ളത്. പ്രീ ഓപ്പറേറ്റീവ് ഫേസ് നമുക്ക് കിട്ടാറില്ല, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ ഫേസിലും ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ല. 16 വയസ്സുള്ള ഒരു കുട്ടി, പെൺകുട്ടിക്ക് ഇത് ചെയ്തിട്ട് ആ കുട്ടിക്ക് ബോധം വന്നപ്പോ അത് കണ്ടത് എന്താണ്, ഇവിടെ ഒരു ഓട്ട തുളച്ചിട്ടിട്ടുണ്ട്, അതിന്റെ മുകളിൽ കൂടി ഒരു ബാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സിവിയർ ഡിപ്രഷനിൽ പോയി. 1 മാസം കൊണ്ട് കുട്ടി തെറ്റുപോയി. കാരണം എന്താണ്, ആ കുട്ടിയോട് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രീ ഓപ്പറേറ്റീവ് ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, എവിടെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ചെയ്തില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിൽ പേഷ്യന്റിനെ നമ്മൾ ആ ബാഗ് അതോടുകൂടി നമ്മൾ ഒരു പേഷ്യന്റിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ ബാഗാണ്, ഇതിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് കാലങ്ങൾ, അതായത് നമ്മൾ യൂഷ്വലി പറയുന്നത് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക് ഏതാണ്ടല്ലോ, ആക്ച്വലി ടെക്സ് 3 വീക്സ് എങ്കിലും എടുക്കും അതൊന്ന് കറക്റ്റ് ആയിട്ട് ഒരു ഫിക്സ് ആക്കി വരാൻ, അതായത് ആ സ്റ്റോമയൊക്കെ ഒന്ന് റെഡി ആയി വരണമെങ്കിൽ കേട്ടോ. അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആക്ച്വലായിട്ട് അറിയുന്ന ഏത് ബാഗ് ഈ പേഷ്യന്റിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അതൊന്ന് ചുരുങ്ങും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇടുന്ന ബാഗ് ചിലപ്പം പിന്നീട് പേഷ്യന്റ് വേണ്ടി വരില്ല. ഓക്കെ. അപ്പൊ പോസ്റ്റ് ഓപ്പറേറ്റീവ് അത് മാത്രമല്ല, ഡിസ്ചാർജ് പ്ലാനിങ്, എന്താണ് സൈക്കോളജിക്കൽ പ്രശ്നം പേഷ്യന്റിന്, എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ വരുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാരണം എന്താ വെച്ചാൽ പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവിന് മിക്കവാറും പേഷ്യൻസിന് നമ്മുടെ കൈകളിൽ കിട്ടുന്നില്ല. നമ്മുടെ പേഷ്യന്റ് എപ്പോഴാണ് വരുന്നത്, നമ്മളുടെ അടുത്തൊരു റീഹാബിന്റെ സമയത്താണ് വരുന്നത്. വളരെ ചുരുക്കം പേഷ്യൻസ് ആണ് നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിൽ വരുന്നത്. അതായത് ഇതിനെപ്പറ്റി അറിവുള്ള ഡോക്ടർ അവൻ എന്തായിരിക്കും, ഒക്കെ നിങ്ങൾ പാലിറ്റീവ് കെയറിലേക്ക് പോകും. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ലോക്കൽ ആയിട്ടുള്ള സ്റ്റോമ റെപ്രസെന്റേറ്റീവ്സിനെ വിളിച്ച് ഇവരോട് സംസാരിപ്പിക്കും. ഓക്കെ. ഇനി ടീം അപ്രോച്ച് ആണിത് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഇവിടെ ആകെ ഒരു നേഴ്സ് ഉണ്ട്. നേഴ്സ് ഇങ്ങനെയല്ല ഡോക്ടർ പറയുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം, അറിവിന്റെ കാര്യത്തില് കേട്ടോ, എല്ലാ കാര്യങ്ങളും ഈ ഒരു നേഴ്സിന് അറിയില്ല. ഇവരെന്താ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങളോട് എന്ത് പറയണോ അത് നിങ്ങൾക്ക് അറിയുള്ളൂ, അതിൽ കൂടുതൽ നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ. എപ്പോഴും വന്നിട്ട് ഒരു ET സ്റ്റാഫ് ഉണ്ടാവും, എൻട്രോ തെറാപ്പി സ്റ്റാഫ്സ് ആണ് അവർ. അതായത് അവർ ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്ന നഴ്സസ് ആണ്. ക്വാളിഫൈഡ് നഴ്സസിന് അതൊരു കോഴ്സ് തന്നെയാണ്, വലിയൊരു കോഴ്സാണ് അത്. ഇതിനു വേണ്ടി മാത്രമാണ് അവരത് പഠിക്കുന്നത്. അപ്പൊ അവരുടെ ഇത് വളരെ, പിന്നെ സർജൻ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഓസ്റ്റോമി അസോസിയേഷൻസ് ഉണ്ട്
ഓസ്റ്റമി വിസിറ്റർ ആൻഡ് ഫാമിലി സോഷ്യൽ വർക്കർ റീഹാബിന്റെ ആൾക്കാർ. ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈട്ടിക്കാരുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നവരാണെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് തൊട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ എവറി ഫേസിൽ ആരുണ്ടാവും, അവരുണ്ടാവും. അപ്പൊ എന്താ അറിയാം, പേഷ്യന്റിന് സൈക്കോളജിക്കലി ഇതായിട്ട് അഡാപ്റ്റ് ചെയ്തു പോവാൻ പേഷ്യന്റ് പിന്നെയും അതറിയാം. അവരാണ് വന്നിട്ട് പറഞ്ഞു കൊടുക്കുക എവിടെയാണ് ഇത് ചെയ്യുന്നത്. സ്റ്റോമ മാർക്കിംഗ് എന്ന് പറയുന്നത്, സ്റ്റോമ മാർക്കിംഗ് എവിടെ ചെയ്യുന്നു കേട്ടാ, ഇത് ചെയ്ത് കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് ഏത് ബാഗ് വെക്കാം ഏത് വെക്കണ്ട എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അവരാണ്. ഓക്കെ, സോ പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ ക്രൈസിസ് ഫേസ് ആണ്. സൈക്കോളജിക്കൽ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. കാരണം പേഷ്യൻസ് മേ ഗോ ഫോർ ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് പേഷ്യന്റ് സിവിയർ ഡിപ്രഷൻ, പേഷ്യന്റ് ഡെത്ത് ആയിട്ടുണ്ട്. ക്രൈസിസ് ഫേസിൽ നമ്മൾ ഇരുന്ന് പേഷ്യൻസിനായിട്ട് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് അതിനകത്ത് എല്ലാം വരും, ഫിസിക്കലും സൈക്കോ സോഷ്യലും സ്പിരിച്വൽ വരെ വരാറുണ്ട് കേട്ടോ. സ്പിരിച്വൽ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളൊരു ടീമായിട്ട് ഹോം കെയറിന് പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ പേഷ്യന്റ് പറഞ്ഞു മുझे मंदिर जाना है. അപ്പൊ ഞാൻ ചോദിച്ചു പോകാനെന്താ ബുദ്ധിമുട്ട്, അപ്പൊ പ്രോബ്ലം ഞാനെന്ന്. അയാൾ പറഞ്ഞു ഞാൻ വൃത്തിയല്ല, എനിക്ക് വൃത്തിയില്ല എന്നുള്ളത് കേട്ടോ. അപ്പൊ അയാൾക്കെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. എപ്പോ പോവാം, എങ്ങനെയാണ് നിങ്ങൾ പോവേണ്ടതെന്നൊക്കെ കേട്ടോ, എന്ത് യൂസ് ചെയ്യാം ഇതൊക്കെ. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഡയറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനത്തെ ബാഗുകൾ എനിക്ക് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച ഞങ്ങള് 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ 10 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം അയാൾ അവിടുത്തെ ഡോക്ടർ, വിസിറ്റിംഗ് ഡോക്ടറോട് വിളിച്ചിട്ട് പറയുകയും ചെയ്തിട്ടോ ഭയങ്കര സന്തോഷം അമ്പലത്തിൽ പോയി. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു നെഫ്രോസ്റ്റമി പേഷ്യന്റ് ആയിരുന്നു. നെഫ്രോസ്റ്റമി പേഷ്യന്റ് 2 സൈഡിലും പോകാം, 2 സൈഡിലും ഓളാകുമ്പോൾ 2 ബാഗും കേട്ടോ. അയാൾ വലിയ സംസ്കൃത പണ്ഡിതനാണ് കേട്ടോ. അതായത് ഈ എന്താ പറയാ, അമ്പലത്തിലൊക്കെ ചെയ്യുന്ന പൂജകളുടെ അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ അയാൾ വന്നിട്ട് പല ഭാഷകളിൽ എഴുതുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. സംസ്കൃത പണ്ഡിതനാണ്. അവിടെ നമുക്ക് എല്ലാ വലിയ ആൾക്കാർക്ക് ഇയാളെപ്പറ്റി നന്നാണ്. പക്ഷെ എന്നൊരു നെഫ്രോസ്റ്റമി ചെയ്ത് 2 സൈഡിൽ കൂടി ഇത് പോകുന്നുണ്ട്. ഞങ്ങൾ അയാളെ കാണാൻ പോയപ്പോൾ 2-3 ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ അയാൾ പറഞ്ഞ എന്താ വെച്ചാല്, അയാൾ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അയാൾ പറയാ എന്റെ ഈ മുടി ആരെങ്കിലും പറിക്കുന്ന വേദന, ഞങ്ങൾ തമിഴിൽ പറയുമ്പോൾ പറയും പിച്ചിക്ക് പോകുന്നു, അതായത് ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലത്തെ വേദന. അപ്പൊ അയാൾക്ക് ശരിക്കും മോഷൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത് എന്താ വെച്ചാല് അയാൾ ഇത്ര വലിയ പണ്ഡിതനല്ല. അപ്പൊ ആൾക്കാർ കാണാൻ ഇങ്ങനെ വരികയാണ്. അപ്പൊ അയാൾ എന്ന് പറഞ്ഞാൽ ഷർട്ട് വരില്ല, ഇങ്ങനെ ഒരു എന്താ പറയാ തോർത്ത് മാത്രമായിട്ട് മറ്റേ സാധനങ്ങൾ കൊടുക്കുന്ന മനുഷ്യനാണ് കേട്ടോ. ഇയാൾക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇയാൾ പക്ഷെ അല്ല ഒരു എന്താ പറയാ ഒരു ഇറിറ്റേഷൻ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇറിറ്റബിളോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ പോയപ്പം ആ HOD ക്യാൻസർ ഹെഡിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ, ഒരു ബംഗാളി ഡോക്ടറാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാൻ പോയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോവാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇയാളെ പോയി കണ്ടത് കേട്ടോ. അല്ല വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് കാണാൻ എത്രയോ ബുക്കുകൾ, സംസ്കൃതത്തിലാക്കി ഇഷ്ടംപോലെ ബുക്കുകൾ ഇതൊക്കെ ഉണ്ട്. നല്ല പഠിച്ചൊരു മനുഷ്യൻ, നല്ലോണം നോക്കുന്ന ഒരു ഫാമിലി, നല്ല ചമ്മണം മടഞ്ഞങ്ങനെ ഇരിക്കുന്നുണ്ട് സുഖമായിട്ട് കേട്ടോ. അയാൾ ആകെ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ട്, പക്ഷെ വേദന കാരണം മോഷൻ പോയിരിക്കുമ്പോൾ പറ്റുന്നില്ല. 2, അയാൾ പറഞ്ഞത് ഇതാണ്. അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോൾ എന്താ 2 സൈഡിൽ 2 ബാഗാണ് കേട്ടോ. അമ്പലം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിന്നൊക്കെ നമ്മൾ അതുപോലെ നടക്കണം. അത്ര അടുത്ത അമ്പലം ഉള്ളത് അയാൾ പോയിക്കൊണ്ടിരുന്ന അമ്പലം, അയാൾ അറിയുന്ന ഇതുണ്ട്. പക്ഷെ ഒന്നും പറ്റുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഇതാണ് ഇയാളുടെ പ്രശ്നം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണ്, അയാൾക്ക് പറയുന്നത് ലെഗ് ബാഗ് ഉപയോഗിക്കാൻ, 2 ലെഗിലും ബാഗ് കെട്ടിവെക്കാൻ. അപ്പൊ എന്താ വെച്ചാൽ യൂറിൻ അത് കൂടി പോയിക്കും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അയാൾക്ക് സുഖമായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. മറ്റെന്താ ഈ ബാഗ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണ്ടേ, അതിനുള്ള ഒരു പ്രയാസം. അത് വിതിൻ സെക്കൻഡ് ഡേ തന്നെ എന്താ വെച്ചാൽ നമ്മൾ ബാഗിന്റെ ഇത് കൊടുത്തു, അവരുടെ ബ്രദർ പോയി വാങ്ങിച്ചു കൊണ്ട് അത് വെച്ചു. അത് സന്തോഷത്തോട് അവര് പറഞ്ഞു ഇതിപ്പറ്റി ഒന്നും അറിയണ്ട, മുണ്ടിങ്ങനെ കൊടുക്കുമ്പോൾ കാണുന്നില്ലല്ലോ, ഒന്ന് പിടിച്ച് വലിച്ചോട്ട് പോകണ്ടല്ലോ അമ്പലത്തിൽ പോകാൻ. രണ്ടാമത് വന്നത് ഈ ഒരു പ്രശ്നമായിരുന്നു.
അപ്പൊ നോക്കിയപ്പോൾ പേഷ്യന്റ് മോർഫിൻ 15 കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന് എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു മോർഫിൻ പൊടിച്ച് സൈലോപ്പിയൻ ജെല്ലിൽ നല്ലോണം മിക്സ് ചെയ്ത് റെക്ടൽ സൈഡിലേക്ക് ഇട്ടു കൊടുക്കുക. കാരണം ഇത് തോന്നൂല പാത്രം പോകണം എന്നുള്ള സമയത്ത്. അപ്പൊ എന്താക്കി ആക്കാൻ പറഞ്ഞു. പ്ലസ് 15 അയാൾ എടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ വേഗം ഡോക്ടർ വിശ്വനാഥനെ വിളിച്ചു, വേഗം അവിടുന്ന് ഇവിടേക്ക് വൈശാഖിലേക്ക് വിളിച്ചു ഞാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർക്ക് അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാറുണ്ടല്ലോ. അങ്ങനെ വിത്തിൻ ഒരു 5 days പേഷ്യന്റ് ഭയങ്കര റിലീഫായി. അപ്പം പറഞ്ഞു പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ക്രൈസിസ് ഫേസ് വരുമ്പോൾ ആക്ച്വലി ആ ഫേസിൽ അവരെന്താണ് ഫേസ് ചെയ്യുന്നത്, അതായത് അഭിമുഖീകരിക്കുന്ന ആ കാരണം നമ്മൾ അറിഞ്ഞിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ അവിടുത്തെ ഇപ്പോൾ പ്രശ്നം എന്തായിരുന്നു? ആക്ച്വലി ക്യാൻസർ HOD ഒരു HOD വന്ന് സംസാരിക്കണം എന്ന് പറയണമെങ്കിൽ അയാൾക്ക് അത്രയ്ക്ക് ഇതായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അയാൾ അപ്രോച്ച് ചെയ്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ക്രൈസിസ് ഫേസിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പേഷ്യന്റിന്റെ ആൾക്കാർക്ക് കേട്ടോ. അപ്പൊ അത് നമ്മളൊന്ന് പറഞ്ഞ് ശരിയാക്കി കൊടുക്കണം. പിന്നെ വരുന്നത് പേഷ്യൻസിന്റെ ഓപ്ഷൻ ഉണ്ട്, അവരോട് ഇരുന്ന് സംസാരിക്കുന്നത്. ഓരോ വിസിറ്റിലും അവരോട് സംസാരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വരുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് അത് വന്ന് കഴിയുമ്പോൾ അതിന്റെ കളർ എന്താന്ന് പറഞ്ഞു കൊടുക്കണം, കളർ വ്യത്യാസം വന്നാൽ എന്താ പ്രശ്നം എന്ന് പറയണം. മോഷൻ വരുന്നത് എങ്ങനത്തെ മോഷനാണ്, ഹാർഡ് മോഷനാണ്. കാരണം സ്റ്റോമ ചെയ്തതുകൊണ്ട് ഒരു പേഷ്യന്റിന് വന്നിട്ട് ലാക്സേറ്റീവ് കൊടുക്കണ്ട എന്നുള്ള കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതുമില്ല കേട്ടോ. ഹാർഡ് സ്റ്റൂൾ ആണെങ്കിൽ പേഷ്യന്റിന് ലാക്സേറ്റീവ് കഴിക്കാമെന്നുള്ളതാണ് കേട്ടോ. പലപ്പോഴും ഇത് ചെയ്യാറില്ല, അപ്പൊ പേഷ്യന്റ് ബുദ്ധിമുട്ട് കൂടും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ സൈസ് കാണണം, എഡിമ ഉണ്ടോ, അതിന്റെ കളർ എന്താ, പെരിസ്റ്റോമൽ സൂച്ചേഴ്സ് എങ്ങനെയാണ് ഉള്ളത്, ഇതൊക്കെ നമ്മൾ ഒരു പേഷ്യന്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കാണുകയും അഥവാ ആ പേഷ്യന്റിന് ഒരു സിഗ്മോയിഡ് കോളൻ അതാ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പോകുന്ന പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് വരിക, അപ്പൊ നമുക്ക് ഒരു ഇറിഗേഷൻ ഒക്കെ. അപ്പൊ ഇറിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ? So this is normal stoma. Again, നിങ്ങൾ എല്ലാവരും ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലേ? ഞാനൊരു ക്ലിനിക്കിൽ പോയ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുക. ഞാനൊരു പഞ്ചായത്തിൽ പോവുകയുണ്ടായി. അയാളിവിടെ ഇല്ല കേട്ടോ. ഞാൻ പഞ്ചായത്തിൻ്റെ സ്റ്റോമ എന്താണെന്നുള്ളത് അറിയണം. ഇതൊരു എഡിമാറ്റിസ് സ്റ്റോമയാണ്. എഡിമ ഉണ്ട്, കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എഡിമ ഉള്ള ഒരു സ്റ്റോമയാണ്. യൂഷ്വലി എഡിമ എന്ത് കാരണം വരുന്നത്? ഇൻഫെക്ഷൻ ആയിട്ടാണ്. എഡിമ എന്ത് കാരണം വരുന്നത്? ഇൻഫെക്ഷൻ ആയിട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാരണമാണ് എഡിമ വരുമോ? കറക്റ്റ് സൈസ് ബാഗ് യൂസ് ചെയ്തില്ലെങ്കിൽ എഡിമ വരും. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബാഗ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രസ് ആവില്ല, അപ്പൊ എഡിമ വരും. രണ്ടാമത് എഡിമ വരുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ സപ്പോസ് എന്റെ സ്റ്റോമ ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ കേട്ടോ. ചിലവർ വന്നിട്ട് ഈ ബാഗ് വെച്ച് കഴിയുമ്പം മറ്റുള്ളവരത് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കും, അവർ പാവാട കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡ്രസ്സ് നല്ല ടൈറ്റ് ആയിട്ട് അതിലേക്ക് അത് കിട്ടും. അപ്പൊ എന്താ വെച്ചാൽ ഒന്നും കൂടി പ്രസ് ആവും, അപ്പോഴും എഡിമ ആകാം. അപ്പം അതിനാണ് ഫ്രണ്ട്ലി ആക്കേണ്ടത്. പേഷ്യന്റിന്റെ ഡ്രസ്സിന്റെ അതൊക്കെ നമുക്ക് ഫ്രണ്ട്ലി ആക്കണം, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമ്മൾ യൂഷ്വലി പറയാണ്ട് സ്റ്റോമേനെ ഒരു നോർമൽ ആയിട്ട് കാണാൻ പഠിക്കണം എന്നുള്ളത്. പക്ഷെ അത് എപ്പോഴാണ് പഠിപ്പിക്കേണ്ടത്? ആദ്യം തൊട്ടേ പഠിപ്പിക്കണം, അത് അവസാന നിമിഷത്തിൽ ആവില്ല. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. സയൻസ് ആവശ്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലി ഇൻവോൾവ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഹാബിറ്റ് ഫോർമേഷൻ, ഡയറ്റ്, ഓക്യുപ്പേഷൻ, ട്രാവൽ, സ്പോർട്സ്, ക്ലോത്തിങ്, സ്കിൻ കെയർ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻസിന് പറഞ്ഞ് കൊടുക്കേണ്ടത്. ആ ഫാനൊക്കെ ഒന്ന് ഓൺ ചെയ്യുമോ? ഒക്കെ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് ആണ് അസസ്മെന്റ്. ഒരു പേഷ്യന്റ് വരുമ്പോൾ ഫസ്റ്റ് ഹിസ്റ്ററി എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മൾ ഹിസ്റ്ററി എടുക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇതിൽ നമ്മൾ സർജിക്കൽ ഹിസ്റ്ററി വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളെ ഇതില്ലേ മലബാർ ക്യാൻസർ സെന്റർ ഇല്ലേ ഇവിടുത്തെ തലശ്ശേരി, അവിടെ നിന്ന് വരുന്ന പേഷ്യൻസിനുള്ള ഒരു പ്രോബ്ലം നമുക്ക് അറിയാം. ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവും? കൃത്യമായിട്ട് അവർ കൊടുക്കുന്ന ബുക്കിനകത്ത് കൃത്യമായിട്ട് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്താണ് യൂഷ്വലി ബ്ലീഡിങ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. നഖമൊക്കെ ഉണ്ട്, ഇത് ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ എന്താക്കും ഈ നഖം വീട്ടിൽ തട്ടും. മ്യൂക്കസ് ആണ് പുറത്തേക്ക് കാണുന്നത് അല്ലേ, അപ്പൊ അത് വേഗം ഇതാവും. അപ്പം അതിനാണ് അവരോട് നഖം കട്ട് ചെയ്യണമെന്നും പറയുന്നത്. പിന്നെ ജെന്റിൽ ഹാൻഡിലിംഗ് ആണ് ഇത്, വാക്യൂം പിടിക്കുകയല്ല ചെയ്യുന്നത്. വളരെ ജെന്റിലായിട്ട് വേണ്ടത് ക്ലീൻ ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ് അത്. അഥവാ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ സെയിം ഒന്ന് പ്രഷർ കൊടുക്കാം. പക്ഷെ മാസീവ് ബ്ലീഡിങ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റോമലിൽ എഡിമ ഉണ്ടോ, റീനേഷൻ സ്റ്റോമ, ഇത് നമ്മൾ തിരിച്ചു വരുന്നതാണ് ഇതിലേക്ക് കേട്ടോ. ഓക്കെ, നഴ്സിംഗ് പ്രൊസീജിയർ ഏറ്റവും പേഷ്യന്റ് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ് ഇറഗുലർ ബവൽ മൂവ്മെന്റ്, എപ്പോഴും എംപ്റ്റി ആവുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. രണ്ടാമത് ചില പേഷ്യൻസിന് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അത് നമ്മൾ വിചാരിക്കും കോൺസ്റ്റിപ്പേഷൻ ആണ്, ചിലപ്പോൾ ഓൾറെഡി ഒബ്സ്ട്രക്ഷൻ ആയിക്കാണ്. കോൺസ്റ്റിപ്പേഷന് പേഷ്യന്റ് ലാക്സേറ്റീവ്സ് കൊടുക്കാവുന്നതാണ്. ഈവൻ സപ്പോസിറ്ററി വരെ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. ഓക്കെ, ഡയറിയ നമുക്കറിയാം. പേഷ്യന്റ് ഡയറിയ എടുക്കണമെങ്കിൽ ഹൈപ്പോലെക്സീമിയ ആകും. അപ്പൊ അതിനനുസരിച്ച് പേഷ്യന്റ് ആൾക്കാർ മെഡിസിൻസ് അഡ്യൂക്കേറ്റ് എമൗണ്ട് ഓഫ് വെള്ളം കുടിച്ചിരിക്കണം. വെള്ളം അല്ല, സോൾട്ട് ഒക്കെ ഉള്ളിൽ പോകുന്നവര് ഇതാക്കും. അപ്പൊ പലപ്പോഴും ORS വരെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കുടിച്ചോളാൻ പറയുന്നത്. എക്സ്കോറിയേഷൻ ഓഫ് സ്കിൻ, അതായത് ബാഗ്, ഈ ഒട്ടിക്കുന്ന ബാഗ് ഒന്ന് പറയാതെ, ഒട്ടിക്കുന്ന ബാഗ് അങ്ങനത്തെ ഒട്ടിക്കുന്ന ബാഗ് വെച്ച് ഒട്ടിക്കാൻ എടുക്കുക. അവസാനം എന്താവും, അവരുടെ സ്കിന്ന് മുഴുവൻ. രണ്ടാമത് ആൾക്കാർ നമ്മള് മുഖത്തിടുന്ന പൗഡറാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അല്ലെ, അതിട്ട് കൊടുക്കും പേഷ്യൻസ്. എന്താണെന്നറിയാം, മണം ഇല്ലെങ്കിൽ മണം ഉണ്ടാവില്ല എന്ന് വിചാരം ഇട്ട് കൊടുക്കും, ഇടുകയാണ്. പക്ഷെ അതിന് തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഒരു പ്രശ്നം എന്താ വെച്ചാല് നിങ്ങൾ ബാഗ് ഒട്ടിച്ച് ഒട്ടൂല, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഞോടിപ്പണി ചെയ്യും. അപ്പൊ അതന്നെ വലിയ ചിലവര് ഒട്ടിച്ച് അതിന്റെ കൂടെ മുഴുവൻ മൈക്രോപോറ, അതായത് വയറ് നോക്കി മുഴുവൻ മൈക്രോപോറ. ഇതെപ്പിടി മൈക്രോപോർ സ്പിങ്ങിയ സാരല്ല, നമ്മുടെ മറ്റേതില്ലേ എലാസ്റ്റോ പ്ലാസ്റ്റ്, അത് ഒട്ടിച്ച ആൾക്കാരുണ്ട്. എലാസ്റ്റോ പ്ലാസ്റ്റ് ഒട്ടിച്ചുള്ള പ്രശ്നം എന്താ, നിങ്ങൾ എടുക്കുമ്പോ ഇതും പോകും നമ്മുടെ സ്കിന്നും. ഓക്കെ, ഫ്ലഗസ് ഫൗൾ സ്മെല് അല്ലേ, അത് നമ്മൾ എന്താ ഉപയോഗിക്കുന്ന, ചാർക്കോൾ ഇടാനാണ് പറയുന്നത്. ഓക്കെ, കരിയില്ലേ, ഇവിടെ ഇതില്ല, ഇതില്ലേ ജീരകം ഇല്ല, ജീരകം നല്ലോണം വറുത്തിട്ട് കുറച്ച് കരിക്കുക, അതിന്റെ പൊടി ഇട്ട് കൊടുത്താലും മതി ബാഗിന്റെ ഉള്ളില് മണം പറയാൻ വേണ്ടിട്ട്. ഓക്കെ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഇതിലേക്ക് വരാം. സ്കിൻ കെയർ എന്താണ്, സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് സ്കിന്നിൽ ജസ്റ്റ് സോപ്പ് ആൻഡ് വാട്ടർ കേട്ടോ. ചൂടുവെള്ളം വേണമെന്നില്ല കേട്ടോ, സാധാ വെള്ളം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാം. പക്ഷെ നല്ലോണം സോപ്പ് പോയിരിക്കണം അതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ, കുറച്ചിട്ടല്ല, ജസ്റ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ ചെയ്യാം. കറക്റ്റ് സൈസ് ബാഗ് ഉപയോഗിക്കാം. ഈ കറക്റ്റ് സൈസ് ബാഗ് എന്ന് പറയുമ്പോൾ വേറെന്താ, എന്താ കട്ടിങ് ബാഗ് ആണെങ്കിൽ ആദ്യം ഇത് കേർവ്ഡ് സിസറിൽ വേണം കട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത്. അതുപോലെ ഇപ്പം സപ്പോസ് വിചാരിച്ചോ നിങ്ങൾ എടുത്തപ്പോ സൈസ് 25 വിചാരിച്ചോ, അതിന്റെ അടുത്ത മോളത്തെ ഇതിലേക്ക് വേണം കട്ട് ചെയ്യാൻ. കാരണം എന്താണ്, ഇത് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആവില്ല. കുറച്ചും കൂടി നമ്മൾ ഒരു അങ്ങോട്ടേക്ക് വേണം, കുറച്ച് വലുതാക്കി തന്നെ കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതും ആക്കരുത്. ഓക്കെ, കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കാൻ പാടില്ല, ക്ലീൻ ചെയ്യാൻ. ഈ എംപ്റ്റി ദ ബാഗ് പണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3/4 ഫുള്ളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഹാഫ് ഫുൾ ആവുമ്പോഴേക്ക് അത് മാറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആന്റി ഫംഗൽ പൗഡർ, ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ, ഫംഗൽ ഇൻഫെക്ഷൻ എങ്ങനെ അറിയാം, ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് ചിലർക്ക് സ്മെല്ലും ഉണ്ടാവും. ആന്റി ഫംഗൽ കറിയാ പൗഡർ ഇല്ലെങ്കിൽ എന്താക്കും നമ്മള്, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാ. സിങ്ക് ഓക്സൈഡ് പൗഡർ കേട്ടോ. ഒരിക്കലും പേഷ്യൻസിന്റെ അടുത്ത് സിങ്ക് ഓക്സൈഡ് ഓയിന്റ്മെന്റ് വാങ്ങിക്കാൻ പറയരുത് കേട്ടോ. ബെസ്റ്റ് എന്താ വെച്ചാൽ സിങ്ക് ഓക്സൈഡ് പൗഡർ വാങ്ങിക്കാം. പൗഡർ വാങ്ങിച്ചിട്ട്
അത് വന്നിട്ട് വല്ല ഓയിലോ സൈലത്തിൻ ജെല്ലിയോ ഇതിലൊക്കെ മിക്സ് ചെയ്യും. ഇപ്പൊ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ മീൻസ് നല്ലതാണ്, സോഫ്റ്റും ആയിരിക്കും. അതിലൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇടാൻ പറയാം. ഓക്കെ, അവോയ്ഡ് ക്രീം പൗഡേഴ്സ് ഓർ ക്രീം ഓൺ വെജിറ്റബിൾ സ്കിൻ. അതാണ് ഞാൻ പറഞ്ഞത്. ടാൽക്കം പൗഡർ, നമ്മൾ മുഖത്തിടുന്ന പൗഡറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി ലോഷൻസ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും തന്നെ ആ വെജിറ്റബിൾ സ്കിന്നിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് യൂറോസ്റ്റോമി ഉള്ള പേഷ്യന്റ് സ്കിൻ കെയർ ആണ്. കാരണം എന്താണ്? ബിക്കോസ് അവിടെ സ്മോൾ ബൗൾ ഡിസ്ചാർജ് ആണ് അവിടെ എപ്പോഴും സംഭവിക്കുന്നത്. യൂറിൻ എപ്പോഴും ഒരു ഇറിറ്റബിൾ സാധനമാണ്, അറിയോ എല്ലാവർക്കും അല്ലേ? യൂറിൻ ഭയങ്കര ഇറിറ്റേറ്റഡ്, അതെല്ലാം നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനത്തെ പേഷ്യന്റ്. ഇതിന്റെ ഫുഡിന്റെ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം സ്കിൻ പ്രൊട്ടക്റ്റീവ് ഏജൻസ് അവൈലബിൾ ആണ്, അവർക്കത് വേണമെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം. പക്ഷെ വീണ്ടും എന്താണ്, അഫോർഡബിൾ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിനൊരു പേസ്റ്റ് ഉണ്ട്, മീൻസ് ഒരു ക്രീം പോലെ ഒരു പേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ആ പേസ്റ്റ് നമ്മൾ ഇട്ട ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ അവർക്ക് തന്നെ പൗഡർ ഇടണം. പൗഡർ ഇട്ട് ആ പൗഡർ മുഴുവൻ തട്ടിക്കളയണം. എന്താ പറയാ, അങ്ങനെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ പൗഡർ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ ബാഗ് പിന്നെ ഒട്ടൂല. അപ്പൊ പൗഡർ ഫുള്ള് നമ്മൾ നല്ലോണം ഇതായി കഴിഞ്ഞിട്ട് വേണം ഈ ബാഗ് ഒട്ടിക്കാൻ. അപ്പൊ അതൊക്കെ സ്കിൻ പ്രൊട്ടക്ഷൻ ആണ് ഉള്ളത്. പക്ഷെ ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് സ്കിൻ അവരുടെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. അതിനെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാഗ് ഉപയോഗിക്കുക എന്നുള്ളത്. രണ്ടാമത് കറക്റ്റ് സമയമാകുമ്പോഴേക്ക് ഇതിനെ എംപ്റ്റി ചെയ്യണം എന്നുള്ളത്. മൂന്നാമത് എന്താ വെച്ചാൽ ഇപ്പം ഹാഫ് ഫുള്ള് നമ്മൾ എംപ്റ്റി ചെയ്തില്ലെങ്കിൽ, സപ്പോസ് 3/4 ഫുൾ ആകുമ്പോൾ എന്താവും, ഈ ഒട്ടിച്ച ബാഗ് കുറച്ചിങ്ങനെ വലിഞ്ഞു തുടങ്ങും വെയിറ്റ് കാരണം കേട്ടാ. അപ്പൊ ഇതെന്താവും, ലീക്ക് ആയി തുടങ്ങും. അപ്പോൾ ലീക്ക് ആവുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് മാർക്കറ്റിൽ അവൈലബിൾ, മാർക്കറ്റ് അത് മാത്രമല്ല നമ്മുടെ സാധാ അണ്ടർവെയർ അല്ല പാൻറ്റീസ് അല്ലേ, ഇത് ഇട്ട് കഴിയുമ്പോൾ ആ പാൻറ്റിന്റെ മുകളിലത്തെ ആ ബാൻഡ് ഇല്ല, ആ ബാൻഡ് എപ്പോഴും ഇവിടെ വരണം. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇട്ടതാണെങ്കിൽ ആ ബാൻഡ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് തൂങ്ങൂല. അതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പൊ ഇതൊക്കെ പലരും എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതെന്താ പാൻറ്റിന്റെ ഉള്ളിലേക്ക് ആക്കി വെക്കും. അപ്പൊ അത് വീണ്ടും ഒരു പ്രൊട്ടക്ഷനാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ബാഗ്സ് പാൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ, മാർക്കറ്റിൽ ഉണ്ട് എന്താ പാൻസ്. ഒരു ഡിസ്ഇൻഫെക്ഷൻസോ ടെക്ടോള് പിന്നെ എന്താ പറയാ ബെറ്റാഡിൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, സെക്ഷൽ ലൈഫ്. സെക്ഷൽ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പലരും നമ്മൾ സംസാരിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ റീസെന്റ് ഒരു 6 മാസത്തിന് മുമ്പാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവ്, അവർക്ക് കൊളസ്ട്രോമി അത് ചെയ്തതാണ്. വളരെ യങ് ആയിട്ടുള്ള ലേഡിയാണ് കേട്ടോ. അവരിപ്പോൾ ഡെലിവറി ചെയ്തു, സിസേറിയൻ ചെയ്തതാണ്. കൊളസ്ട്രോമി വെച്ച് ഡെലിവറി ആയി. പക്ഷെ 8 months ആകുമ്പോഴേക്കും അവർ ഇത് ചെയ്യേണ്ടി വന്നു എന്നുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനൊക്കെ കാരണം എന്താണെന്ന് അറിയാം, പേഷ്യൻറ്റിന് കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലിക്ക്. സെക്ഷൽ ലൈഫ് ഇസ് നോട്ട് എ പ്രോബ്ലം എന്നുള്ളതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബാഗ് എപ്പോൾ എംപ്റ്റി ചെയ്യണം, സെക്ഷൽ ലൈഫിൽ എന്താ പറയാ ഹസ്ബൻഡ്, അതായത് അവരുടെ ഇന്റിമേഷൻ നടക്കുന്ന സമയത്ത് ഇന്റിമസി നമ്മൾ പറയണ്ടോ, എനിക്ക് പുറത്തേക്ക് വരുമെന്ന് ആകുമ്പോഴാണ് ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇതായി പോകുന്നത്. ഓക്കെ, അപ്പൊ എത്രയോ പേഷ്യൻസ് ഉണ്ട് സുഖമായ ജീവിതത്തിൽ അവരുടെ ലൈഫ് കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ടാണ് കൗൺസിലിംഗ് ഞാൻ പറയുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ റൈറ്റ് ഫ്രം ഡേ 1 പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കണം. ഭാര്യയോട് സംസാരിക്കാം, ഒരു ആരെ പേഷ്യൻ്റ് വെച്ചാൽ പേഷ്യൻറ്റിനോട് സംസാരിക്കണം, പേഷ്യൻറ്റിൻ്റെ നെക്സ്റ്റ് ഓഫ് ആരാണെന്ന് വെച്ചാൽ അവരോടും ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സെക്ഷൽ ലൈഫ് ഇസ് നോട്ട് ഓൾ എ പ്രോബ്ലം ആണ്. ആക്ച്വലി ഇത് സപ്പോർട്ട് ചെയ്യുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. So marriage, sex and pregnancy, no problem. Okay. ചായ ആയിട്ടുണ്ടാവും. രണ്ടെന്താണെന്ന് വെച്ചാല് ഫൈബർ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്
ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം കഴിഞ്ഞ 3-4 ദിവസം മണിപ്പാലിലായിരുന്നു. അപ്പം ഫൈബർ പറഞ്ഞിട്ട് പേഷ്യന്റിനോട് നാടൻ ഭാഷയിൽ നമ്മൾ പറയും നാരടങ്ങിയ ഭക്ഷണം എന്നല്ല, നാര്. പേഷ്യന്റ് ഒന്ന് ചകിരി തിന്നു പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ചകിരി തിന്നു പേഷ്യന്റ്. കാരണം എന്താ വെച്ചാല് അയാളുടെ ഭാഷ നാരെന്ന് പറഞ്ഞു. അപ്പൊ നാരെന്ന് അയാൾ ഉദ്ദേശിച്ചത് എന്താണ്? ചകിരി നാര്. ഇവിടെ കുടുങ്ങി അവസാനം ആശുപത്രി കൊണ്ടുവന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവര് പറഞ്ഞു സിസ്റ്റർമാർ പറഞ്ഞു നാരായിട്ട് ഭക്ഷണം കഴിക്കണം എന്നല്ല. വ്യക്തമാക്കുക എന്താണ് ഭക്ഷണം എന്ന് പറയാം, പക്ഷെ അതൊരു കമ്പൽസറി ആക്കരുത്. ആർക്കെന്തൊക്കെ കഴിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പൊ ഫസ്റ്റ് എന്താ വെച്ചാല് പേഷ്യന്റ് എന്ത് കഴിക്കാൻ പറ്റും എന്ത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയണ്ടേ. പിന്നെ ഉള്ളത് ജിഞ്ചർ, അതായത് എന്താ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇങ്ങനത്തെ സാധനങ്ങൾ കുറയ്ക്കാൻ പറഞ്ഞാൽ മതി. നിർത്താനല്ല പറയുന്നത്, കുറയ്ക്കുക. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത് എന്താ പറയുന്നത്, ഇതൊക്കെ കുറച്ചാൽ ഫീറ്റൽ മാറ്ററിലുള്ള മണം കുറയും കേടാ. അതല്ലെങ്കിൽ അവർ വിചാരിക്കും നിങ്ങളിത് പറഞ്ഞിട്ട് എന്താണ് ഉപയോഗം എന്നുള്ളതാണ്. അപ്പൊ മണം കുറയുന്നു പറയുമ്പോൾ എന്താക്കും, ഓട്ടോമാറ്റിക്കലി അവരെന്താക്കും, നല്ലോണം കുറയും. കാരണം എന്താ ശരിക്കും വേണ്ടത് എന്താ, മണം പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അവരത് ഓട്ടോമാറ്റിക്കലി കുറയ്ക്കും. ഓക്കെ, ഇനി 2 തരത്തിലുള്ള ഇലിയോസ്റ്റോമി ആവട്ടെ കൊളസ്ട്രോമി പേഷ്യൻ. കൊളസ്ട്രോമി പേഷ്യൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ അത് ഓൾറെഡി ഫോംഡ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ സ്കോൾ ആണെങ്കിൽ മഷിയായിരിക്കും അവരുടെ. ഓക്കെ, അത് നമ്മൾ ഇത് പറഞ്ഞു. ഇനി ഭക്ഷണ രീതികൾ മാറ്റാൻ പറയണം, ടൈമിങ്സ് എപ്പോഴും മാറ്റി മാറ്റണം കേട്ടോ. അപ്പൊ നമ്മൾ പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇൻ ബിറ്റ്വീൻ, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രാവശ്യവും അതിൻ്റെ എന്തെങ്കിലും ചെറിയ സ്നാക്കായിട്ട് കഴിക്കാം. ഇപ്പം ചെറിയ സ്നാക്കാന്ന് പോയിട്ട് പപ്സും അത് കഴിക്കാനല്ല പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 ബിസ്ക്കറ്റ് കേട്ടോ, അങ്ങനെയൊക്കെ ചെറിയൊരു സ്നാക്കായിട്ട് കഴിക്കുക. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് തന്നെ കഴിക്കാൻ പറയാറുണ്ട്. സെക്കൻഡ് വരുന്നത് ലഞ്ചാണ്. ലഞ്ച് നന്നായിട്ട് അതെല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്, എല്ലാം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പക്ഷെ ഡിന്നർ വരുന്ന സമയത്ത് പറയാം അത് ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ പാടും, വളരെ കുറച്ച്. അതും സമയം, ബ്രേക്ക്ഫാസ്റ്റ് 8 മണിയാകുമ്പോഴേക്ക് രാവിലെ, ലഞ്ച് 1 മണിയാകുമ്പോഴേക്ക് കഴിക്കുക, ഡിന്നർ വരുമ്പോൾ അത് മാക്സിമം 7-7:30. കാരണം എന്താണ്, അപ്പൊ എന്ത് സംഭവിക്കും, അതിനെ ഈ 7-7:30 കഴിക്കാൻ പറയുന്നത് അതും ഒരു ചെറിയൊരു സ്നാക്ക്, സ്ലൈസ് ബ്രെഡ്, അല്ലെങ്കിൽ 2 ചപ്പാത്തി, അല്ലെങ്കിൽ 2 ദോശ. ഇവ നല്ല കൂടുതൽ കറികളും അങ്ങനത്തെ ആയിരിക്കണം, വളരെ ലൈറ്റ് ആയിട്ടുള്ളത്. കാരണം ഇതിന്റെ എംറ്റിങ് തുടങ്ങുന്നത് 3 to 4 hours ആകുമ്പോൾ ഇതിന്റെ എംറ്റിങ് തുടങ്ങും, എംറ്റി ചെയ്യാൻ തുടങ്ങും. ഞാൻ രാത്രി 10 മണിക്ക് ഇരുന്നിട്ട് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും തിന്നിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങൂല. താനേ എഴുന്നേറ്റ് ഇങ്ങനെ ബാത്റൂമിലെല്ലാം പോകും, കാരണം ഇതിങ്ങനെ ലീക്കാവും, ബാത്റൂമിൽ പോകേണ്ടി വരേണ്ട മണം. അതേസമയം ഞാനൊരു 7 മണി 7 ആകുമ്പോഴേക്ക് കഴിക്കുകയാണെങ്കിൽ അതും ഒരു ചെറിയ സ്നാക്ക് മാത്രമാണ് കഴിച്ച് കിടക്കുന്നതെങ്കിൽ ഒരു 9 മണി ആകുമ്പോഴേക്ക് ഇതെല്ലാം സിസ്റ്റം എല്ലാം ഇത് കഴിഞ്ഞു ഞാൻ പോയി കിടന്നു. അപ്പൊ എൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ആവില്ല. അതാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസിന് സംഭവിക്കുന്നത്. ടൈമിങ്സ് ഇല്ല ആർക്കും കേട്ടാ. ഇപ്പൊ ഇലിയോസ്റ്റോമിന്റെ പേഷ്യന്റ് പ്രശ്നം എന്താണ്, ഏറ്റവും ഇലിയോസ്റ്റോമിക് പേഷ്യൻസ് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്? കോംപ്ലിക്കേഷൻസ് ഇലിയോസ്റ്റോമിക് പേഷ്യൻസ് ഡൈജഷന്റെ പ്രശ്നം വരും. ഡൈജഷന്റെ പ്രശ്നം വരും. ഡൈജഷൻ പ്രശ്നം വരാറുണ്ട് ചില കാരണങ്ങൾ കാരണം. ഇലിയോസ്റ്റോമിക്ക് ഏറ്റവും വരുന്നത് ഹൈപ്പോനെട്രിയം, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും. കാരണം എന്താ വെച്ചാൽ മോർ ഓഫ് വാട്ടറി സ്റ്റൂളാണ് പോകുന്നത് പേഷ്യന്റ് അല്ലേ. അപ്പൊ ആ വാട്ടറി സ്റ്റൂൾ പോകുന്ന പേഷ്യന്റിന്റെ അടുത്ത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവര് ലാൻഡപ്പ് ആവുന്നത് ഹൈപ്പോനെട്രിയം. കാരണം മോർ ദാൻ 800 ml, ചിലവർക്ക് 600 to 800 ml വരെ പോകുന്നതാണ് പറയുന്നത്. അത് തന്നെ ഒരു 4-5 പ്രാവശ്യം അവര് മാറ്റേണ്ടി വരും. അപ്പൊ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഉപ്പിട്ട എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ജാസ്തിയാക്കാൻ പറയണം, ഫ്ലൂയിഡ് കൂടുതൽ കുടിക്കാൻ പറയണം. കാരണം എപ്പോഴും വാട്ടറിയാണ് വരുന്നത്. 2 ഹൈപ്പോനെട്രിയം ആവാണ്ടിരിക്കാനെങ്കിൽ ഇപ്പൊ ഈ ഫ്ലൂയിഡ്സ് കുടിക്കുന്നതിന് ഒരു പ്രാവശ്യം നമ്മൾ എന്താ പറയാ, നാരങ്ങ ലെമൺ ജ്യൂസ് കുടിച്ചു കേട്ടോ, ഉപ്പിട്ടിട്ട്, കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കാം. അപ്പൊ എന്താ വെച്ചാൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവരോട് പറയേണ്ടത് വെച്ചാല് ഇത് ഇലിയോസ്റ്റോമിന്റെ ലൂമൻ വളരെ ചെറുതാണ് കേട്ടോ. അപ്പൊ ചില സമയം കണ്ടിട്ടില്ല നമ്മൾ ഈ ഇലക്കറികള്, എന്താ പറയാ, ഇലക്കറികളാണ് ചീര, ചില പയറ്, അതായത് കടല, ഇങ്ങനത്തെ പയറ് വർഗ്ഗങ്ങൾ, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഇതൊക്കെ ഉണ്ടല്ലോ ചിലവർ കഴിക്കുമ്പോൾ
നമ്മുടെ ശോധന ഉണ്ടാകുമ്പോൾ അതിനകത്ത് അതുപോലെ പോകുന്നത്. അതിന്റെ കാരണം എന്താണ്? ശരിക്കും ചവയ്ക്കാനിട്ട്. ഓക്കെ, അപ്പം ഇലിയോസ്റ്റമീന്റെ ഈലിയത്തിന്റെ ലൂമൻ വളരെ ചെറുതായിരുന്നു. ചിലപ്പോൾ ഇത് പോയിട്ട് അവിടെ ബ്ലോക്ക് ആവും. അപ്പൊ എന്താ വെച്ചാൽ ഇനിയും വർക്ക് ചെയ്യില്ല. അപ്പം കാര്യം വെച്ചാൽ എന്ത് ഭക്ഷണം കഴിച്ചാലും നല്ലോണം ചവച്ച് കഴിക്കാൻ പറയണം. 2, വായ തുറന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല. വായ അടച്ച് ചവയ്ക്കാൻ പാടില്ല. അപ്പം എന്താ വെച്ചാൽ എയർ വരും. നല്ലോണം ചവച്ച് കഴിച്ചാൽ അതൊരു പേസ്റ്റ് രൂപത്തിലാവും. നമ്മൾ ചില പേഷ്യൻസിനുള്ള ഇതിന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പം നട്ട്സ് എന്ന് പറയും. നമ്മളെ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, അത് ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നട്ട്സ് ഇങ്ങനത്തെ സാധനം കഴിക്കുമ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് ഒരു ജ്യൂസൊക്കെ ഇട്ട് കുടിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് പോയി അടയൂല. അപ്പോൾ ഇലിയോസ്റ്റമീൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബീൻസിൻ്റെ ഉള്ളിലുള്ള കുരുവില്ലേ, അതൊന്നും ചിലപ്പോൾ ജയിക്കില്ല ശരിക്കും, ചിലവ് ചവച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് പോയിട്ട് ബ്ലോക്ക് ആക്കുക. അപ്പം നല്ലോണം ചവച്ച് കഴിക്കാൻ പറയാം. കട്ടിന് ടൈമിങ് വീണ്ടും കേട്ടോ. അപ്പോൾ ഇലിയോസ്റ്റമി കാലത്ത് പറയാം, ഇടയ്ക്ക് തോന്നുന്നു വെള്ളം കുടിച്ച് തോന്നുന്നു എനിക്ക് മൊത്തം കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഷെഡ്യൂൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എനിക്കറിയാം, ഞാനിപ്പോൾ 8 മണിക്ക് കഴിച്ചാൽ 10 മണിക്ക് ഞാൻ ഇത് പോയിട്ട് എംപ്റ്റി ചെയ്യണം. അപ്പോൾ ആ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂം പോകുന്നത് എന്നെ പറ്റുമ്പോൾ അത് അതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന് ഇലിയോസ്റ്റമി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഈ വിരലിൽ വന്നിട്ട് കുറച്ച് എണ്ണ ഇട്ടൊന്ന് നോക്കാം. വളരെ കെയർഫുൾ ആയിരിക്കുമ്പോൾ നോക്കണം എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്. തലേ ദിവസങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചത് എന്നുള്ളത്. 3, 48 hours വരെ ബ്ലോക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 48 hours ആയിട്ടും ബ്ലോക്ക് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അതാണ് ഏറ്റവും വേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ബ്ലോക്ക് വന്നിട്ട് ഫ്രണ്ട് മൂവ്മെന്റ് അല്ലാണ്ട് ബാക്ക് സൈഡ് ആണ് എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. ഞാൻ കൈക്കാലം ഒന്നും കാണില്ല. അപ്പം അതിന് ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 48 hours വെയിറ്റ് ചെയ്യാൻ പറയാം. എന്നിട്ടും ഒന്നും വരുന്നില്ല, അവർ പറയാം മോഷൻ ഒട്ടും വന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളിൽ വല്ല ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ അറിയില്ല. അണ്ടിലാൻഡസ് ഒരു CTയോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒബ്സ്ട്രക്ഷൻസ് കാണും. അപ്പോൾ പേഷ്യൻ്റ് അതിപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ കൊളസ്ട്രോമി ആയാൽ പോലും പേഷ്യൻസിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ അയക്കുന്നതാണ്. അപ്പോൾ അറിയുള്ളൂ. കാരണം വെച്ചാൽ എങ്ങാനും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ആയി എന്ന് വിചാരിച്ചോ, ഇത് വിളിച്ചാൽ കിട്ടില്ല. ഒരു ഹോസ്പിറ്റലിലാണ് ഞാനിത് എന്താ പറയുക, ഒരു വിരലിട്ട് നോക്കുന്നതെങ്കിൽ ബ്ലീഡ് ആയാലും എനിക്കത് യൂസ് ചെയ്യാം. നമ്മളൊരു ഹോം കെയർ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോം കെയറിലൊക്കെ പറയുന്നത് പേഷ്യൻറ്റിന് കൊളസ്ട്രോമി ബാക്കിയൊക്കെ നമ്മളൊന്ന് ഇതിൻ്റെ ചെയ്യാൻ പാടില്ല. കാരണം ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിയില്ല. അതാണ് ഇലിയോസ്റ്റമി 48 hours വരെ ഒരു പ്രശ്നം. 48 hours കഴിഞ്ഞ് പേഷ്യൻ്റ് അപ്പോഴേക്ക് എന്താവില്ല, പേഷ്യൻ്റ് വോമിറ്റിംഗ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ ആണ്. അത് നോക്കാം. ഓക്കെ, അപ്പം ഡയറ്റ് വന്നിട്ട് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം. ഇവിടെ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ എനിക്കറിയാം ഇതൊരു 4 മണിക്കൂറാകുമ്പോൾ ഇത് ആവുള്ളൂ എന്നുള്ളത്. അപ്പം എനിക്ക് പുറത്ത് പോയിട്ട് വരാം. പിന്നെ വെച്ചാൽ പേഷ്യൻറ്റിന് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡയറ്റിലേക്ക് പോയി തുടങ്ങും. ഇപ്പം ഞാൻ വന്നിട്ട് ചെറുപ്പയർ കഴിക്കുമ്പോൾ എനിക്ക് വയറ് നീർക്കുന്നുണ്ട്, ഗ്യാസ് ഫോം ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന നാളത്തൊക്കെ ഞാൻ ചെറുപ്പയർ വിടും. അത് കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള നമ്മുടെ കേരളത്തിലാവുമ്പോൾ പറയാനുള്ളതിന് പുട്ട്, പറവട്ട, കപ്പ ഇങ്ങനത്തെ സാധനങ്ങളില്ലേ. പിന്നെ മറ്റേ ചെറിയ തരിയിലുള്ള ഉപ്പുമാവില്ല, സൂചി ഉപ്പുമാവ്, ഈ സാധനങ്ങൾ കഴിവതും കഴിക്കാണ്ടിരിക്കാൻ പറയണം. കാരണം അത് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നത്. അത് നോർമലായിട്ടുള്ള പേഷ്യൻസിനും ആവാം, ഇങ്ങനത്തുള്ള പേഷ്യൻസും ആവാം. ഓക്കെ, ഇപ്പം ഡയറ്റ് കഴിഞ്ഞ ഉടനെ പേഷ്യൻസിന് എന്തെങ്കിലും കഴിക്കാന്നുള്ളത് അവരുടെ തീരുമാനങ്ങൾ. അതിൽ 2-3 സാധനം. മോര് നല്ലതാണ്, യോഗട്ട് കറി കേടാക്കിയിട്ടോ ഇതാക്കിയിട്ട് മോര് എപ്പോഴും നല്ലതാണ്. ചിലർക്ക് ഇഷ്ടം ചായ കാപ്പി കുടിക്കാൻ, നമ്മൾ അതിന് ഇതാക്കണ്ട. അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് അവർക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ബവൽ മൂവ്മെൻറ്റ് പലപ്പോഴും നമുക്ക് വന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ നമ്മൾ പേഷ്യൻറ്റിനും ഫാമിലിക്കും കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് ചോദിക്കും ദിവസം ചിക്കൻ തിന്നുന്ന ആൾക്കാർ എനിക്കത് നിർത്താൻ പറ്റുന്നില്ല.
പക്ഷെ എനിക്ക് പറയാം അല്ലേ, നിങ്ങൾ ദിവസം ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങളുടെ ബവൽ മൂവ്മെന്റിൽ ഇതൊരു സ്മെല്ലായിട്ട് തന്നെ വരും. അപ്പൊ അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ദിവസം തന്നെ വൺസിന്റെ വീക്ക് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇനി രണ്ടാമത് നമ്മൾ ഈ ലീക്ക് പറയുമ്പോൾ കേട്ടോ, നമ്മളൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സപ്പോസ് ഞാൻ നേരെ ഉറങ്ങുന്ന ആളാന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കാം? ഇതിലേക്ക് ബാഗിലേക്ക് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. രാത്രി ടൈമിൽ ഞാൻ ബാഗ് എടുത്ത് ക്ലീൻ ചെയ്ത് നല്ല ബാഗ് ഫിറ്റ് ചെയ്യുമ്പോൾ സൈഡിലേക്ക് ഫിറ്റ് ചെയ്ത് ഞാൻ സൈഡിൽ കിടക്കുകയാണെങ്കിൽ അതിലേക്ക് ഒഴുക്ക് പോയിക്കോളും. അപ്പൊ ഇങ്ങനത്തെ പേഷ്യൻസിന് കഴിയുമ്പോൾ ഒരു സൈഡ് ലൈൻ പൊസിഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. മറ്റെന്താ വെച്ചാൽ ഇതിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാകുമ്പോൾ സ്ലോലി ഇതിന് ലീക്കായി തുടങ്ങും. രണ്ട്, ഇപ്പൊ പേഷ്യന്റ് ഒക്കെ അബ്ഡോമിനൊക്കെ വരണം. അപ്പൊ അതിനാണ് പല തരത്തിലുള്ള ബെൽറ്റുകളും വരുന്നത്. അത് ഞാൻ പറഞ്ഞ നേരത്തെ ബെൽറ്റുകൾ അങ്ങനത്തെ പാൻറ്റീസ് വരുന്നുണ്ട്. ഇപ്പം നല്ല എന്താ പറയാ, നല്ല അങ്ങനെ വയറുള്ള ആൾക്കാരാന്ന് വിചാരിച്ചോ, ഈ ബാഗ് ഒട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഒട്ടൂല. അല്ല, മൈക്രോപ്രൈൻ ഉപയോഗിക്കാറുണ്ട്. എന്താ വെച്ചാൽ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എലാസ്റ്റോപ്ലാസ്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത്. മൈക്രോപ്രൈൻ ഉപയോഗിക്കുക, കാരണം എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കും. എസ്പെഷ്യലി അങ്ങനത്തെ ഓഡായിട്ടുള്ള അബ്ഡോമൻ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും പ്രസ് ചെയ്തെടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത് പേഷ്യൻസിനൊക്കെ. ഇങ്ങനെയുള്ള പേഷ്യൻ്റൊക്കെ ഒരു സൈഡ് ലൈൻ പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാൻറ്റീസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ കുറയും. ഓക്കെ, പിന്നെ അതേപോലെ ഈ അണ്ടർ പാഡിൽ ഒരു നീല കളർ ഡിസൈൻ ഇൻകോണ്ടിനൻസ് പാഡ് ഒന്നും പറയുന്നില്ല, അത് ഒരു ഇതിൽ കട്ട് ചെയ്യുക. അതായത് ഇപ്പം ഇവിടെയാണ് എനിക്ക് വെക്കേണ്ടതെങ്കിൽ ഈ ബാഗിന്റെ താഴെയാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു വട്ടത്തിൽ ഈ കട്ടിങ്ങിൽ ആ ഒരു വട്ടത്തിൽ എടുക്കുക. അത് ആദ്യം വെച്ചിട്ട് അതിന്റെ മുകളിൽ ബാഗ് വെക്കുക. അതായത് ഈ റിങ്ങില്ലേ, റിങ്ങിന്റെ സൈസിലായിരിക്കണം കട്ട് ചെയ്യുന്നത്. ഇത് കൂടി കഴിഞ്ഞാൽ എന്തായാലും ഒട്ടില്ല, മനസ്സിലായല്ലോ? ഈ റിങ്ങിന്റെ സൈസിലാണ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ബാഗാണെങ്കിൽ. മറ്റേ ബാഗാണെങ്കിൽ പ്രശ്നമില്ല, നമ്മുടെ റീയൂസബിൾ ബാഗാണെങ്കിൽ പ്രശ്നമില്ല. റീയൂസബിൾ ബാഗാണെങ്കിൽ നിങ്ങൾ കുറച്ചൊരു വലുതാക്കി വെച്ചാൽ നമുക്ക് എന്താ പറയാ കെട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബാഗ് ആകുമ്പോൾ അവർ പറയാം ഇടയ്ക്ക് ഇങ്ങനെ ലീക്ക് ആവുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെയിം സൈസ് തന്നെ ഒരു ചെറിയ വിത്ത് മതി, ചെറിയൊരു വിത്ത്. എന്താ പറയാ, അതോടൊപ്പം പ്രസ്സായിട്ട് നിൽക്കുകയും ചെയ്യും. ലീക്ക് ആവുകയാണെങ്കിൽ തന്നെ അതിനെ നനയുള്ളൂ. പേഷ്യൻസ് ചെയ്യുന്ന അതാണ് പ്രശ്നം. അപ്പൊ പേഷ്യന്റ് വേറെ ഏറ്റവും വലിയ ബാഗാണ് ഉപയോഗിക്കുന്നത്, ഇതല്ലാണ്ട് വേറെ ബാഗാണ്. ഇത് നോർമൽ ഇതാണ്. ഇതാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. ഞാനിവിടെ പാലിയേറ്റീവിലുള്ളപ്പോൾ ഞാൻ ആകെ കണ്ട ഒരു പേഷ്യന്റ് നെക്രോസിസ് ആയിട്ട് വന്ന ഒരു എൽഡർലി പേഷ്യന്റ് ആണ്. അവര് വന്നിട്ട് പറഞ്ഞിട്ടും പോലും വന്ന് കാണിക്കാണ്ടേ ഇരുന്ന് അവസാനം നെക്രോസിസ് ആയിരുന്നു. ഇപ്പൊ നെക്രോസിസ് ആകുമ്പോൾ ഇത് ഗാംഗ്രീൻ ആവും, പേഷ്യന്റ് സെപ്റ്റിക് ആയിട്ടാണ് പിന്നെ മരിക്കുന്നത്. ഇതിലെ പ്രശ്നമായിട്ടല്ല പിന്നെ പേഷ്യന്റ്. അപ്പൊ ഈ കളർ ചേഞ്ച് എപ്പോഴും ആൾക്കാരോട് പറഞ്ഞിടണം. ഒന്നുമില്ല, ചുറ്റും തന്നെ കളർ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈ ഇല്ലാണ്ട് ആവുകയാണ്. അപ്പൊ അതാണ് ആദ്യം കളർ ചേഞ്ച് പറഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് വീണ്ടും ഇത് തന്നെയാണ്, റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. I hope you are following. Okay. This is stenosis. ഇതാണ് അലർജിക് റിയാക്ഷൻ. ഇത് ഗം റിയാക്ഷൻ ആവാം, ഈ അഡ്ജസ്റ്റ് ഒട്ടിക്കുന്നതിന്റെ റിയാക്ഷൻ ആവും, അല്ലെങ്കിൽ ബാഗിന്റെ തന്നെ അലർജി ആവാം. ഇപ്പൊ ബാഗിന്റെ അലർജി ആയി നമ്മളിപ്പോ ആന്റി ഫംഗൽ യൂസ് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഇതായി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ബാഗ് ഒട്ടിക്കുമ്പോൾ ഇതാവും അത് വീണ്ടും കൂടുതൽ. അപ്പോഴാണ് നമ്മൾ പേഷ്യന്റിനോട് റീയൂസബിൾ ബാഗ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അവിടെ എല്ലാം ചെയ്തു റീയൂസബിൾ ബാഗ് യൂസ് ചെയ്യാൻ പറയണം. മറ്റു റീയൂസബിൾ ബാഗ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും അത് കൂടുകയും ചെയ്യും. എക്സ്പോവിയേഷൻ ആണ് കണ്ടോ, ഫുൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതിൽ നമ്മൾ എന്താ പറയുക, കരിയ പൗഡർ അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടേഴ്സിന് അറിയാം, ഏതൊരു ഈ കേസിലും ഡോക്ടേഴ്സിനെ നമ്മൾ വിളിക്കണം. അതിലാണ് ഒന്ന് ഇത് നമ്മുടെ ഒന്ന് ഇലിയോസ്റ്റോമി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, രണ്ടാമത്തത് പേഷ്യന്റ് ഭയങ്കരമായിട്ട് അബ്ഡോമിനൽ ക്രാംസ് ആണ്, ഭയങ്കര വേദന വിട്ട് വരിക. അതൊരു 6 മണിക്കൂറിൻ്റെ ഇടയ്ക്കുള്ള വേദനയാണെങ്കിൽ അത് ഇതറിയാം എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും മോഷൻ അപ്പോൾ പോകുന്നില്ല. അപ്പോൾ എന്താവും, ക്രാംസ് തുടങ്ങും. അപ്പോൾ അവർ ഉടനെ തന്നെ ഡോക്ടർ. പിന്നെ വരുന്നത് കോൺസ്റ്റിപ്പേഷൻ, ഡീഹൈഡ്രേഷൻ, ഡയേറിയൽ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറിയ എന്ന് പറഞ്ഞാൽ ഡയറിയും വോമിറ്റിങ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളവും പോയില്ലെങ്കിൽ പേഷ്യന്റ് വേഗം കൊളാപ്സ് ആവും.
ഇതൊക്കെ ചോദിക്കുക ഇതൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് നമ്മുടെ പാലിയേറ്റീവിൽ വന്ന ഒരു പേഷ്യൻ്റാണ്. ഏത് പെരിഫറിയിൽ നിന്ന് വന്ന പേഷ്യൻ്റാണെന്ന് എനിക്ക് അറിയില്ല. ഈ പേഷ്യൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണ്, ഈ പേഷ്യൻ്റ് എത്ര വയസ്സ് കാണും? ഏജ്ഡ് ആയതായിരുന്നു. 82 വയസ്സുള്ള ഒരു പേഷ്യൻ്റാണ്. ഈ പേഷ്യൻ്റ് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന സമയത്ത് പേഷ്യൻ്റ് ഉപയോഗിച്ച സാധനം എന്താന്ന് നോക്കിയാൽ നിങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ആ പേഷ്യന്റിന്റെ കൂടെ. ഞാൻ പേഷ്യൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പേഷ്യന്റിന് സങ്കടം തോന്നില്ല. അതിന്റെ പേഷ്യന്റിന്റെ ഇത് കണ്ടോ നിങ്ങള്, കൊളസ്ട്രോൾ ഇറിഗേഷൻ ചെയ്തിട്ട് ഒന്നുമില്ല. അന്ന് തൊട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ 82 വയസ്സ് വരെ പേഷ്യന്റ് സുഖമായിട്ട് മോശം പോയിക്കൊണ്ടിരുന്ന പേഷ്യൻ്റാണ്. പേഷ്യന്റ് ആകെ സങ്കടം ഉണ്ടായിരുന്നത് എന്താ വെച്ചാല് ഏജ് ആവുമ്പോഴും നമ്മുടെ സ്കിന്ന് ചുരുങ്ങി വരും. അപ്പം പേഷ്യന്റ് ഈ സ്കിൻ ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചില സമയം ഇത് വന്നിട്ട് ഇതിലേക്ക് വരാണ്, ചിലപ്പോൾ ചെറിയൊരു ലീക്ക് വരാറ്. അതായിരുന്നു ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു അറിയാം, അങ്ങനത്തെ കിണ്ണം കിട്ടുന്നില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ലുലു മാഡവും ഞാനായിരുന്നു പേഷ്യന്റ് കണ്ടത് കേട്ടോ. ലുലു മാഡത്തിന് ചിരി വരുമായിരുന്നു. പിന്നെ 82 വയസ്സ് വീണ്ടും അലുമിനിയം യൂസ് ചെയ്തോണ്ട്, അതാ ഞാൻ പറഞ്ഞ നേരത്തെ ചരക്ക യൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ പേഷ്യന്റിനോട് for almost 42 years she was using. She. And nicely she has tied with the wrist right now. So it doesn't matter they have to use this or not. It's up to the patient what they want. ഇത് ഞാൻ ഇവരുടെ സ്ഥലത്ത് നിന്ന് കണ്ട പേഷ്യന്റാ, സിൽച്ചറിന്ന് കണ്ട പേഷ്യന്റാ, പാവപ്പെട്ട ഒരു പേഷ്യന്റ്, ഒന്നും കിട്ടിയില്ല. ഇതാണെങ്കിൽ കണ്ടോ എപ്പോഴേക്കാ വന്നിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങള് കേട്ടാ. ഈ പേഷ്യന്റ് എന്തുകൊണ്ടാണ് ഈ പോളിസ്കെറ്റിക് കാണുന്നുണ്ടോ? This is a follic catheter. What she is what she is doing, you know, ഇതങ്ങനെ തൂങ്ങല്ലേ, അവർ ഈ ഫോളിക് കാത്തറ്റർ കെട്ടി വെക്കുക. എന്നിട്ട് ഈ ബാഗ് ഉണ്ടല്ലോ, ഇത് എന്ത് ബാഗാണെന്ന് അറിയാം, നമ്മള് ഷോപ്പിൽ നമുക്കാണെങ്കിൽ ബാഗ് ഉണ്ട്, അവർക്കുള്ള ബാഗും ഇല്ല. ഇപ്പൊ വരുന്നുണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. ആ പേഷ്യന്റ് ആ ബാഗാ വെച്ചിരിക്കുന്നത്. പക്ഷെ പേഷ്യന്റ് ഒരു പ്രശ്നമില്ല, ഫലം വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ പേഷ്യന്റ് ഡെത്ത് ആവും. ഇത് ശരിക്കും അത് കാണുന്നില്ല, ഇതൊരു ഇൻഫെക്ഷൻ ആണ്, ഫംഗൽ ഇൻഫെക്ഷൻ പ്ലസ് സ്റ്റോമ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇത് ഫംഗൽ. അതേസമയം ഇതിന്റെ തന്നെ വേറെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്രൂഡ് ആയി കഴിഞ്ഞു പുറത്തേക്ക്, എന്നിട്ട് അത് താഴേക്കാണ് ഇതാവുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് മോഷൻ മാത്രമല്ല ബാഗ് വെക്കാൻ പോലും പ്രയാസമാണ്. ഇവിടേക്കാണ് കമ്മ്യൂണിക്കേഷന്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുക. കാരണം നമ്മൾ എന്ത് പറഞ്ഞ് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇലിയോസ്റ്റമി ചെയ്ത പേഷ്യന്റ് ആണ് വിത്ത് ഹെപ്പാറ്റിക് മെക്സ് ഉള്ള പേഷ്യന്റ് ആണ്. ഓക്കെ, ആ സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ മുകളിലേക്ക് ഇറക്കാൻ പറ്റില്ല, താഴേക്ക് ഇറക്കാം. നിങ്ങൾ കാണുന്നുണ്ട് അതിന്റെ അടുത്തുള്ള കറുത്ത കയറ് പോകുന്നത് കേട്ടാ. ആ കറുത്ത കയറ് താഴെ കൂടി വന്നിട്ട് ആ ബാഗിന് ഇങ്ങനെ എന്താ പറയാ പിടിച്ചു നിർത്തുന്ന പോലെ ആ സ്ത്രീ ആക്കിയിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പേഷ്യന്റ് പറഞ്ഞത് കേട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബാഗ് നമ്മൾ കൊടുക്കും. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഈ പേഷ്യന്റിന്. കാരണം ഈ പേഷ്യന്റ് ഒക്കെ ഡെത്ത് ആവുക ഫൈനലി സെപ്റ്റിക്കും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഡെത്ത് ആവുന്നത്. ഇത് വേറൊരു പേഷ്യന്റ് ആയിരുന്നു. വേറെ ഫോട്ടോ കാണിച്ചു തരാം. പേഷ്യന്റ് സർജറി കഴിഞ്ഞ പേഷ്യന്റ് ആയിരുന്നു. സർജറി കഴിഞ്ഞിട്ട് പേഷ്യന്റിനാണ് മോശം വരുന്നത്, ഫിസ്റ്റുലായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്നത്. പേഷ്യന്റ് ആക്ച്വലി ഡിപ്രഷനിലേക്ക് പോയ പേഷ്യന്റ് ആയിരുന്നു. കാരണം എന്താ അറിയാം, പേഷ്യന്റിനോട് പറഞ്ഞിരുന്നത് ഇത് കൂടി വരും, അപ്പൊ ഇത് കൂടി ഒട്ട് വരുന്നില്ല. ശരിക്കും പേഷ്യന്റ് ആക്ച്വലി ഡിപ്രഷനിൽ ഡെത്തായ പേഷ്യന്റാണ്. പേഷ്യന്റ് അല്ല ബ്ലാങ്ക് ആയിരുന്നു. പേഷ്യന്റ് ആരോട് സംസാരിക്കേണ്ട ഒന്നും വേണ്ട. എന്താണ് ഇവർ ചെയ്തത് എന്നുള്ളതിലേക്കാണ് പേഷ്യന്റ്. ആ ഒരു എന്തോ സംഭവിച്ചു, പേഷ്യന്റ് രക്ഷപ്പെട്ടു. ചിലതിൽ നമുക്ക് ആൻസർ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഇത്. പ്ലസ് എനിക്ക് ഒരു അതാണ് ഭയങ്കര ഒരു വലിയൊരു ട്യൂമർ പുറത്തേക്ക് തല. എന്റെ ഇതിൽ ഭയങ്കര ക്ലിയർ ആണ്, ക്ലോസ് ആയി പോയിട്ടുണ്ട്. സർജറി ഡിപ്പാർട്ട്മെന്റിൽ അയച്ചു ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊരു റിട്ടാർഡഡ് ചൈൽഡാണ്. നമ്മൾ ഫിസിക്കലി ചലഞ്ച്ഡ് ഒരു കുട്ടിയാണ്. 32 വയസ്സുണ്ട്.
അതിന്റെ അമ്മ നിങ്ങൾ കാണുന്നില്ല അപ്പുറത്തെ ഒരു മൈക്രോബോർഡ് വെച്ചിരിക്കുന്നത്. കേട്ടോ പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ ഒരു ഫോൾഡ് വന്നു. ഇവിടെ മല ഉണ്ട് കേട്ടോ, നമുക്ക് മലം വരിക കേട്ടോ. ഇവിടെ ഒരു ഫോൾഡ് വന്നു, അതായത് സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ആയി. അപ്പൊ ബാഗ് എങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇത് ഈ സൈഡിൽ നിന്നും വരുന്നുണ്ട്, ഈ സൈഡിൽ നിന്നും പേഷ്യന്റ് വരുന്നുണ്ട്. ഇത് ലൂപ്പ് ചെയ്തതാ, ലൂപ്പ് എടുത്ത് മാറ്റി, പക്ഷെ അത് ശരിക്കും ഇതായിട്ടില്ല. അപ്പൊ എന്താ ഇതൊക്കെ ഇത് ഈ അമ്മ ഒട്ടിക്കും, ഈ കുട്ടി ഇത് മുഴുവൻ പറിച്ചു കളയും. അതിനൊന്നും അറിയില്ല ഇത് എന്താണ് എന്നുള്ളത്. കുട്ടികളെ പ്രായം 32 വയസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം എടുത്ത് കളയും. നമ്മൾ ബാഗ് കൊടുത്തിട്ടും കാര്യമില്ല ഈ പേഷ്യന്റ്. ബാഗ് കൊടുത്തിട്ട് എന്താ ചെയ്യാറ് എങ്കിലും നമ്മൾ കൊടുത്തത് റിയൂസിബിൾ ബാഗ് കൊടുത്ത് നോക്കും പേഷ്യന്റ്. എന്നിട്ട് പേഷ്യന്റിനോട് ഫാമിലിയോട് ടൈറ്റായിട്ട് കെട്ടാൻ പറഞ്ഞു. താഴെ വന്നിട്ട് ബേസിൽ അവരോട് വേണം തുണി കട്ട് ചെയ്തിട്ട് വെക്കാൻ, അതെടുത്ത് മാറ്റാൻ വേണ്ടി. പക്ഷെ ഒരു കുട്ടാടെ കുട്ടീന്ന് പറയുമ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം ഇലിയോസ്റ്റോമി ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ ട്യൂമർ വലുതായി. അപ്പം അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്തു, കൊളസ്റ്റോമി. ഇതിനും നോക്കാൻ പറ്റുന്നില്ല, അത് നോക്കാൻ പറ്റാണ്ട്. മറ്റു നിങ്ങൾ കാണുക ബാഗ് കിടക്കുന്നുണ്ടോ അങ്ങനെ കണ്ടോ, ബാഗ് കിടക്കുന്നത് കണ്ടോ, ഒബ്സ്ട്രക്ഷൻ ആയി ചിലപ്പം ഫീക്കൽ മാറ്റർ ഒക്കെ വോമിറ്റ് ചെയ്തിട്ടായിരിക്കും ഡെത്ത്. അതല്ലെങ്കിൽ മുകളിൽ ഒരാൾ വന്നാണ് പെട്ടെന്ന് പോവാണ്. നന്നായി. എന്തിനങ്ങനെ കിടക്കുന്നു? എനി ഗസ് എവിടെയാണെന്നെങ്കിലും പറയാൻ പറ്റുമോ? ഇഷ്ടമല്ലല്ലോ. എന്താ സാധനം? സ്ട്രോമിയ അല്ല. ഈ പേഷ്യന്റ് ഇവിടുത്തെ പേഷ്യന്റ് ഇതൊരു കൂർഗ് പേഷ്യന്റ് ആണ്. മംഗലാപുരത്തുള്ള ഒരു പേഷ്യന്റ്, കൂർഗ് സൈഡിൽ വന്ന പേഷ്യന്റ് ആണ്. ഒരു സെക്കൻഡ് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പേഷ്യന്റ് ലാപ്രോട്ടമി ചെയ്തതായിരുന്നു. അവിടെ നിന്ന് ഇതുവരെ ലാപ്രോട്ടമി ചെയ്ത പേഷ്യന്റ് ആണ് ഈ പേഷ്യന്റ്. എന്നിട്ട് ഈ പേഷ്യന്റിന് സൂച്ചറില്ല, അത് ഇതായില്ല. കുറെ കഴിഞ്ഞപ്പോൾ അത് ഇതിപ്പോ ഒരു മാലിഗ്നന്റ് വൂണ്ടാണ്, അതായത് സൂഡോമോണസിന്റെ ഇതുകൂടി ആയിട്ട് പേഷ്യന്റ് ഇവിടെ നിന്ന് എടുക്കും, ഇത് കൂടി വരും, ഇത് കൂടി വരും. പേഷ്യന്റ് കഴിക്കും, പേഷ്യന്റ് ആ ഒരു 30 കിലോ ഉണ്ടാകുന്ന വെച്ചാൽ എനിക്കൊരു സംശയമുണ്ട്. നമുക്കിങ്ങനെ സിറ്റപ്പ് പിടിക്കാൻ പറ്റുമോ അതിനകത്ത്? അതിന്റെ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഫുൾ സിനി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ പേഷ്യന്റിന് 2 months 21 days 3 months പിന്നെ ഞാൻ അതാണ് ചോദിച്ചത്. ക്വസ്റ്റിന് ഞാൻ എന്താ ചോദിച്ചത്? കൊളസ്റ്റോമി എപ്പോൾ കൊളസ്റ്റോമി ഇറിഗേഷൻ എപ്പോൾ തുടങ്ങാമെന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ പറഞ്ഞ് 3 മാസം തുടങ്ങാം. 3 months 3 weeks തുടങ്ങാം. അവര് പറയട്ടെ, നീ എന്താ പറയാട്ടെ കഴിഞ്ഞേ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും 8 വർഷം കഴിഞ്ഞാലോ തുടങ്ങാൻ പറ്റുമോ? പറ. കൊളസ്ട്രോമി ഇറിഗേഷൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മാസവും കണക്കൊന്നുമില്ല കേട്ടോ. കൊളസ്ട്രോമി ഇറിഗേഷൻ സർജറി കഴിഞ്ഞ് 10ാം ദിവസം തുടങ്ങാനാണ് സർജൻസിനോട് പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല. മാക്സിമം നമ്മൾ പറയുന്നത് 3 weeks ആണ്. 3 weeksന്റെ ഒരു ഇത് കഴിഞ്ഞ് നമുക്ക് കൊളസ്ട്രോമി ഇറിഗേഷൻ തുടങ്ങാനാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ 3 months ആയിരിക്കും ഐഡിയൽ ഏറ്റവും സുഖം. അതിൻ്റെ കാരണം എന്താ? പേഷ്യന്റ് ഹാസ് ടു ഗെറ്റ് ബാക്ക് ടു ഹിസ് നോർമൽ സ്ട്രെങ്ത് അല്ലേ? കാരണം സർജറി ഒക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ദേഹത്തു നിന്നൊക്കെ ഉള്ളതൊക്കെ പോയി കാണും. പേഷ്യന്റ് ഹെൽത്തി ആയിരിക്കില്ല. അപ്പോൾ പേഷ്യന്റ് ഒന്ന് ഹെൽത്തി ആയി തിരിച്ചു വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months നമ്മൾ കൊടുക്കണം. 1 2 ചിലർ എന്തെങ്കിലുമൊക്കെ തെറാപ്പി എടുക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഐഡിയലി 3 months, പക്ഷെ 3 weeks കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാമെന്നാണ്. 10 ദിവസം കൊണ്ട് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. ഞാനൊരു സർജനെ കണ്ടിട്ടുണ്ടായിരുന്നു. സർ കൊളസ്ട്രോമി ഫേമസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ സർ 10 days മുമ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അവർ പറയുന്നില്ല ബുക്സ് 10 days, പക്ഷെ അവർ പറയുന്നത് 3 weeks കഴിയുമ്പോൾ 3 weeks കഴിയുമ്പോൾ ഏത് പേഷ്യൻസിന് ചെയ്യാമെന്നാണ് പറഞ്ഞത്? നമ്മൾ കൊളോസ്റ്റമി ചെയ്തത്. മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വേറെ ഒരു പേഷ്യന്റ് ട്രൈ ചെയ്യരുത്.
ട്രാൻസ്വേഴ്സ് കൊളസ്ട്രോമി ചെയ്തിട്ട് നമ്മുടെ തന്നെ പെരിഫറിയിൽ പേഷ്യന്റിനെ ഇറിഗേഷൻ ചെയ്തിട്ട് അവസാനം കോളേജിൽ എത്തിയ പേഷ്യന്മാരുണ്ട്. ദൈവത്തോർത്തൊന്നും ചെയ്യരുത്. പേഷ്യന്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് പേഷ്യന്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പേഷ്യന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ എന്താ അറിയാം, പേഷ്യന്റ് അത്യാവശ്യം തിരിച്ച് വരാൻ വേണ്ടി. പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം 3 ആഴ്ച വേണമെങ്കിൽ തുടങ്ങാം, 3 മാസങ്ങൾ, 3 മാസം ഇന്ന കാരണത്താണ് നമ്മൾ പറയുന്നത്. അപ്പൊ പേഷ്യന്റ് എടുക്കണം. അപ്പൊ പേഷ്യന്റ് പറയാൻ വേണ്ട, ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാതെ നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് തുടങ്ങാം. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പേഷ്യന്റിനോട് പറയാം, ദിവസം, അതായത് ഞാൻ ദിവസം രാവിലെ 6 മണിക്കായിരുന്നു എന്നും ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നെങ്കിൽ എന്നും ഒരു 6 മണി ചൂടുവെള്ളം കുടിച്ചിട്ടാണോ, ചായ കുടിച്ചിട്ടാണോ, കാപ്പി കുടിച്ചിട്ടാണോ, വിടി വെച്ചിട്ടാണോ ആദ്യം പോയിക്കൊണ്ടിരുന്നത്, ആ സെയിം ഒരു ഇതിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ ഇന്ന് വരില്ല, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വരാൻ തോന്നുക. കാരണം എന്താ പറയാ, ഇതെപ്പോഴും നമ്മുടെ മെസ്സേജ് പോയിട്ട് വരുള്ളൂ. കാര്യമല്ല, മഴ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റൂല്ലേ. നമ്മൾ ട്രെയിനൊക്കെ പോകുമ്പോൾ നമുക്ക് പോകണമെങ്കിൽ 2 ദിവസം 3 ദിവസം നമ്മൾ വേണമെന്നുണ്ടാവാണ്ടിരിക്കും. അതെന്താ നമ്മുടെ ബ്രെയിന് പറയുന്നതാ പോകണ്ട, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇതന്നെയാ സെയിം. അപ്പോൾ പേഷ്യന്റ് ഡെയിലി വന്നിട്ടൊരു എക്സസൈസ് പോലെ ഇത് ബാത്റൂമിൽ പോയിട്ട് ഇന്നാവുമ്പോൾ ചില സമയം മിക്ക ആളുകളുണ്ടാവുന്നത് ഒരു ഹാബിറ്റായിട്ട് ചിലർക്ക് ഫോം ആവുന്നുണ്ട്. അങ്ങനെ വരാത്തൊരു ഹാബിറ്റ് ഫോർമേഷനാണ് നമ്മൾ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്കിത് പറഞ്ഞു കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഏത് ടൈമാണ് നമ്മൾ തുടങ്ങുന്നത്? അപ്പം നമ്മൾ എന്ത് പറയണം, നേരത്തെ പറഞ്ഞു എത്ര ദിവസം ചെയ്യണം നമ്മൾ? 21 days ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം, എന്താ സംഭവിക്കുന്നത്? 21 ദിവസം ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് ബവൽ ഹാബിറ്റ് ഒക്കെ റെഡിയാവും, നല്ല ക്ലിയർ ആയിട്ട്. പാട്ടുകാരുടെ ഒരു സ്വഭാവമാവുകയാണത് അല്ലേ, അതൊരു ശീലമാക്കുക. അപ്പൊ എവറി ഡേ വൺസ് ചെയ്യണം, ഒരു ഫിക്സഡ് ടൈം. ഈ ഫിക്സഡ് ടൈം എന്ന് പറയുമ്പോൾ എന്നും 7:30 പറഞ്ഞാൽ ഒരു 8 മണിയായ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ 7:30 നാളെ 11 മണി 12 മണി ആവാണ്ട് ഇരിക്കുക, ഒരു ഫിക്സഡ് ടൈം. അത് തന്നെ രാവിലെ ഒന്നുമില്ല അല്ല. ഞാൻ 2 ഇന്റർവ്യൂ എടുത്ത പേഷ്യൻസ് ഉണ്ട്, രണ്ട് തരത്തിലാണ്. ഒരാൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അയാൾ രാത്രി എല്ലാ പണികളും എല്ലാം കഴിഞ്ഞ് പോയിട്ട് വന്ന് ഒരു 12 മണിയാകുമ്പോൾ അയാൾ ചെയ്യുന്ന ഡെയിലി. കാരണം അയാൾക്ക് ആ സമയമാണ് അയാൾ ഫ്രീ. രാത്രി പല പണികളും ഉണ്ട്. വേറൊരാൾ ചെയ്ത് രാവിലെ 4 മണിക്ക് എഴുതുന്നുണ്ട്. കാരണം അയാൾക്ക് മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കൊക്കെ പോകണം, രാവിലത്തെ ഇതിന് പോകണം. അപ്പൊ അയാൾ രാവിലെ 4 മണിക്ക് ഇതൊക്കെ ചെയ്തിട്ട് അപ്പൊ അയാൾക്ക് അത് സ്ഥിരം ആളൊരു ഇത്. വേറൊരാൾ ചെയ്ത് വൈകുന്നേരം. കാരണം അയാളുടെ ഹാബിറ്റ് അങ്ങനെയായിരുന്നു. അയാൾ എല്ലാ ദിവസവും മോർണിംഗിൽ ഈവനിങ് കഴിച്ചതായിരുന്നു. അയാൾ ആ ഹാബിറ്റ് അങ്ങനെ തന്നെ ആക്കിക്കൊണ്ടു. അപ്പം പേഷ്യൻസിന്റെ ഒരു ഇതും കൂടി നോക്കണം. അത് ഫിക്സഡ് ടൈം. നമ്മൾ യൂഷ്വലി മോർണിംഗ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ എല്ലാ ഇതും നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറയുന്നത് മോർണിംഗ് എന്ന് പറയുന്നത്. പക്ഷെ പേഷ്യൻ്റെ കാര്യങ്ങളും നോക്കും. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഫിക്സഡ് ടൈം, വൺസ് ഇൻ എ ഡേ പാടുള്ളൂ ഉണ്ട്. ഓക്കെ, അപ്പം തുറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 500 to 700 ml ഓഫ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പ്ലെയിൻ വാട്ടർ ആയിരിക്കണം. നോർത്തിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും കുറച്ച് ലൂപ്പ് വാട്ടർ, ചെറിയൊരു ചൂട്, ചെറിയ ചൂട് എന്താ വെച്ചാൽ ലൂപ്പ് വാട്ടർ ആകുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ കഴിയും. ഇപ്പം തണുപ്പ് തുടങ്ങി നോർത്തിൽ അല്ലേ, തണുപ്പാകാലാണ്. ഈ ഉള്ളിലേക്ക് പോകുന്ന തണുത്ത വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി. അപ്പോൾ ചെറിയൊരു ലൂപ്പ് വാട്ടർ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നോർമൽ വാട്ടറാണ്. ഓക്കെ, പക്ഷെ ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ ആയിരിക്കും. സ്റ്റാർട്ടിംഗ് വിത്ത് 500 to 700 ആണ് ഇനീഷ്യൽ സ്റ്റേജസിൽ. അത് തന്നെ വളരെ സ്ലോ ആയിട്ട് വേണം പോകാൻ. ഈ റെഗുലേറ്റർ ഉണ്ടല്ലോ ഫുള്ളായിട്ട് നമ്മൾ തുറന്നേക്കുന്നത്. കുറേശ്ശെ പോയി നോക്കണം പേഷ്യൻ്റ് അക്കോമഡേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ. ഡിസ്കംഫർട്ട് ആണെങ്കിൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പെരിഫറിക്ക് ഒരു കാര്യം പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയാം. ആ പെരിഫറി പേഷ്യൻറ്റിനെ ട്രാൻസ്വേഴ്സ് കോളനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പേഷ്യൻ്റ് ചെയ്യുമ്പോഴൊക്കെ പേഷ്യൻ്റ് ഭയങ്കര അബ്ഡോമിനൽ അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ലാൻഡപ്പ് ആയത്. പേഷ്യൻ്റ് ഹൈപ്പോടെൻഷനൊക്കെ അടിച്ചിട്ട്. ഇത് നടന്ന കാര്യമാണ്, ഞാൻ പറയുന്നില്ല എവിടെ നിന്നൊന്നും. നടന്ന കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുക, പേര് നമുക്ക് തന്നെയാണ് വെക്കാൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് മറ്റേ റേഡിയേഷൻ്റെ ആൾക്കാർ വന്ന പോലെ ആവും. പിന്നെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ,
അപ്പം ഒരു ഹാബിറ്റ് ആവാൻ 21 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. 21 ദിവസം, ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും ഹാബിറ്റ് ആവും. പക്ഷെ നമ്മൾ അതൊരു 21 ഡേയ്സ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ യൂഷ്വലി കുട്ടികളില്ല പോട്ടി ട്രെയിനിങ് കൊടുക്കാറുണ്ട്. കുട്ടികൾ പോട്ടി ട്രെയിനിങ് ഒരു കറക്റ്റ് ഒരു മാസം എടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു പോട്ടി ട്രെയിനിങ്ങിൽ കുട്ടികൾ വരണമെങ്കിൽ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് തന്നെ അറിയുന്ന സമയത്ത് തന്നെ അവിടെ കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു ഇതാക്കിയാൽ നമ്മുടെ ബ്രെയിനിൽ കൂടി ഇതാക്കുക മെസ്സേജ് പോകണ്ടേ. അപ്പോൾ ഒരു 21 ഡേയ്സ് ആകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞു. പക്ഷെ ദിറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂ ലൈഫ് ലോങ്. എവറി 24 hours ആണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ അതൊരു പാറ്റേൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഇങ്ങനെ എല്ലാ 24 അത് സ്ലോലി 48 hours to 72 hours വരെ പോവാം. അപ്പൊ എനിക്ക് വന്നിട്ട് ഞാൻ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സ്, അതായത് 48 മണിക്കൂറാണ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂർ 48 മണിക്കൂർ വരെ എൻ്റെ വയറ്റിൽ നിന്നൊന്നും പുറത്തേക്ക് വരില്ല. കാരണം അതിനെ ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചു. സോ ആഫ്റ്റർ 48 hours വരും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻറ്റ്. ഫിക്സ് ആയിട്ട് നമ്മൾ 24 hours പറയുന്നെങ്കിൽ ഡെയിലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഷ്യൻറ്റ്. അതൊരു ഹാബിറ്റ് ആയ ശേഷം പേഷ്യൻറ്റ് വേണമെങ്കിൽ എന്താക്കാം 48 hours പേഷ്യൻറ്റ് കിടക്കാം. അത് പേഷ്യൻസ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്ന് പറയുന്നത്. ഞാൻ വന്നിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അത് അവരുടെ ഒരു ഹാബിറ്റാണ്. ഓക്കെ, ഇനി ഇറിഗേറ്ററൊക്കെ നമുക്ക് അറിയാമല്ലോ, ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പോയി പണ്ടത്തെ പോലെ എനിക്ക് ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു ലൂപ്പ് കൂടി ഉണ്ട്. സിനിൻ്റെ അടുത്തായിരുന്നു അതൊക്കെ കൊടുത്തിട്ട് പോയത്. ഇതിന് ബാക്കിയില്ല. അതുകൊണ്ട് താഴെയാണോ ഉള്ളത്? ഏതായാലും കാണിച്ചു കൊടുത്തേക്കാം. ഇതിന്റെ ആ ഡോക്ടർമാർ വന്നപ്പോൾ ഇതും പോയി കേട്ടോ. ഇതിന്റെ റെഗുലേറ്റർ പൊട്ടിപ്പോയി. ആദ്യത്തെ ഡോക്ടർ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് ഇത്. നമ്മൾ എവിടെയാണ് തൂക്കേണ്ടത്? എവിടെയാ തൂക്കുക? ലെവൽ മതി നമുക്ക് കേട്ടോ. അപ്പോൾ എയർ കളയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എയർ കളയാന്നുള്ളത്. ഓക്കെ, എയർ കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മറ്റേ ബാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അറിയാലോ, നമുക്കറിയാം ലോങ് സ്ലീവ്സ് കേട്ടോ. ഇറിഗേഷൻ ബാഗ്, കൊളോസ്റ്റോമി ബാഗ് എന്നൊന്നും പറഞ്ഞേക്കില്ല. കൊളോസ്റ്റോമി ബാഗ് തന്നെ എല്ലാ ബാഗും കൊളോസ്റ്റോമി ബാഗുകളാണ്. ഇതിന് പറയുന്നത് തന്നെ ലോങ് സ്ലീവ്സ് എന്നാണ്. ലോങ് സ്ലീവ്സ് അത് ബാക്കി ഇറിഗേറ്റർ എന്നാ പറയുന്നത്. സെറ്റ് വരുമ്പോഴാണ് ഇറിഗേഷൻ. ഇത് ഇറിഗേറ്റർ സെറ്റാണ്. സെറ്റിൽ വരുന്നതാണ് ഒരു ഇറിഗേറ്ററും വിത്ത് ഫണലും ലോങ് സ്ലീവ്. ഓക്കെ, ഈ സ്ലീവ്സ് അടുത്തതാണ് ഏറ്റവും രസമുണ്ടായിരുന്നത്. എക്സാം കൊടുത്തപ്പം ഇതിനകത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു ആൾക്കാർക്ക് ഇതിനുള്ളിൽ എന്തായാലും ഉണ്ടായെന്ന് അറിയുന്നില്ല. കൊടുത്ത ബെൽറ്റ് ഇടാൻ അറിയില്ല. അപ്പം ഞാൻ കൊടുത്ത ഉണ്ടാവും കേൾക്കാം. അതുകൊണ്ട് ഞാനത് പരീക്ഷിക്കുന്നില്ല കേട്ടോ. ഇതിനകത്തുള്ള ബെൽറ്റ് എങ്ങനെ ഇടണം എന്നുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കണം, എന്നിട്ട് വേണം പേഷ്യൻ്റെ അടുത്ത് പോവാൻ. ബെൽറ്റ് ചെയ്യല്ല ഇഷ്ടമൊക്കെ. ബെൽറ്റ് ചെയ്യാൻ നല്ലതല്ല എന്നല്ല പറയുന്നത്. ബെൽറ്റ് നല്ലതാണ്. പക്ഷേ ചിലവർക്ക് ഈ ഓവറായിട്ട് എന്താ പറയാ ബാക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് ഈ ബെൽറ്റ് ഭയങ്കര സ്വെറ്റിംഗ് ഉണ്ടെങ്കിൽ ബെൽറ്റിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, ചൊറിയും. അപ്പൊ അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് IV സെറ്റ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ബെൽറ്റ് ഇടുന്നത് കാരണം കുറെ പേഷ്യൻസ് ബെൽറ്റ് ഇടുന്ന പേഷ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ബെൽറ്റ് ഇടുന്നത് ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് വന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കിടത്തിട്ട് തിരിക്കുക വേണ്ടത് കേട്ടോ. അതിന് ഓരോരുത്തർ ചെയ്തത് കാണിക്കണം. എന്താ ചെയ്യുന്നത്? ഇതെടുത്താൽ കെട്ടി ഇങ്ങനെ കെട്ടി. എന്നിട്ടിപ്പോ അടുത്ത് ഇതെവിടെയാ വെക്കുന്നത്? അപ്പൊ എന്താ ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെച്ചില്ല. വെച്ച് കഴിഞ്ഞപ്പോ ഇത് പോയി. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ബെൽറ്റ് ഉപയോഗിക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ ഈ ബെൽറ്റ് എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളത്. ഇതെപ്പോഴും ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പൊ എന്താ ഈ സാധനമാണ് ആദ്യം നമ്മുടെ സ്റ്റോമയിലേക്ക് പോകേണ്ടത് എന്നുള്ളത് അറിയാം. അത് ഏത് ബാഗായാലും കേട്ടോ. ചിലവരെടുത്ത വഴിക്ക് ഇങ്ങനത്തെ എവിടേക്ക് വെക്കുക. ഇവിടുന്ന് എവിടേക്ക് പോകാനാ? അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് നിങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. നാളെ നിങ്ങൾ എക്സാം വിളിച്ചാൽ നിങ്ങൾ തന്നെ ചെയ്യുന്നത് എനിക്കറിയാം. അത് വേറെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ആദ്യം പേഷ്യന്റ് ഫിക്സഡ് ടൈമിൽ മറ്റേ ബാഗ് എടുത്ത് മാറ്റുന്നു, ഈ ബാഗ് വെക്കുന്നു കേട്ടോ. ഫോർ
ഫോറിൻ കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ബാത്റൂം ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ ബാത്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 പേര് ബാത്റൂമിലേക്കാണ് പോകുന്നത്. ദൈവത്തെ ഓർത്ത് ഇതുകൊണ്ട് കൊമോഡിൽ ഇടാൻ മാത്രം പഠിപ്പിക്കരുത്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചിട്ട് ആദ്യം തന്നെ പഠിപ്പിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെക്കാൻ പറ്റും. ഇത് ഈ ബക്കറ്റിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ബാഗ് എടുത്തു, സ്റ്റോമിയൊക്കെ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ലീനൊക്കെ ചെയ്യാൻ പുറത്ത്. എന്നിട്ട് പിന്നെ ഈ ബാഗ് നമ്മൾ ഫിക്സ് ചെയ്യും. ഈ ബാഗ് ഫിക്സ് ചെയ്തോണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റോൾ ചെയ്യണം. അത് വേറെ കാര്യം. ഫിംഗറിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഒന്ന് ഇട്ടിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇടുന്നത്? വേ നോക്കണം, പാത്വേ നോക്കുകയാണ്. അപ്പൊ പാത്വേ ഓക്കെയാണ്, നമുക്കറിയാം എങ്ങനെയാണ് ഇടുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ബാഗ് എടുക്കുന്നത്. അപ്പൊ ഈ ബാഗ് എടുക്കുമ്പോൾ ബാഗ് ഇപ്പൊ വെള്ളം നിറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എയർ എക്സ്പെൽ ചെയ്ത് വരും അല്ലേ? അപ്പൊ ഇത് വന്നിട്ട് പിന്നെ ഇവിടെ സൈലക്കഞ്ചേരി ഓയിലുണ്ട്. 1 to 1.5 inches ആണ് ഫുള്ളായിട്ട് കുത്തിക്കയറ്റത്. ഫുള്ളായി കുത്തിക്കയറ്റെങ്കിൽ പേഷ്യൻറ്റിന് തിയേറ്ററിൽ വയ്ക്കേണ്ടി വരും കേട്ടോ. 1 to 1.5 ഇത്ര പോയാൽ മതി. അതിന് അപ്പോഴേക്ക് ഫിക്സ് ആവും. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മളിത് കവർ ചെയ്യുന്നു. ഇത് നമ്മുടെ കൈ പിടിക്കുക, ഇതൊന്ന് കവർ ചെയ്യുക. ഓപ്പൺ ദ ഇത്. അപ്പൊ ഇതെപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം മെല്ലെ വേണം ഓപ്പൺ ചെയ്യാൻ കേട്ടോ. കുറേശ്ശെ പോകട്ടെ. അത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 weeks എടുക്കും പേഷ്യൻ്റ് അതായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഫാസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തു. പേഷ്യൻ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല. 700 ml ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ പേഷ്യൻ്റ് ഒരു ഉള്ളിലേക്ക് പോകുമ്പോൾ ഡിസ്കംഫർട്ട് പറയാം, ക്രാംസ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ അടുത്ത ദിവസം നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 minutes ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. എന്താ പറയുക, പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ നമ്മുടെ മുഖത്തും ആവും. അപ്പം എന്നിട്ട് അതിന് ശേഷം നമ്മളിത് മാറ്റി ഇത് ക്ലീൻ ചെയ്യാൻ നമ്മൾ വെക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നടക്കാം, ഓടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് താഴെ വന്നിട്ട് ഒന്നല്ലെങ്കിൽ ക്ലിപ്പ് ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ്. ഇപ്പോൾ സപ്പോസ് പേഷ്യൻറ്റിന് നടക്കാനും ഒന്നും ഇഷ്ടമല്ല, 1 മണിക്കൂർ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമെങ്കിൽ ഇത് ബക്കറ്റിലിട്ട് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഫ്ലോ യൂഷ്വലി 45 minutes എടുക്കും. റിട്ടേൺ ഫ്ലോ ഫുൾ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ 15 + 45 minutes 1 hour 30 minutes. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് വന്നതിന് ശേഷം പേഷ്യൻറ്റിന് ഇത് മാറ്റാം. പേഷ്യൻസിൻ്റെ യൂഷ്വൽ പണ്ടൊക്കെ നമ്മൾ പറയും മ്യൂക്കസിൻ്റെ കാര്യം പറയും. ചെറിയൊരു മ്യൂക്കസ് ലൈമായിട്ട് വരും. എല്ലാവർക്കും മ്യൂക്കസ് വരില്ല കേട്ടോ. ചിലവർക്കനുസരിച്ച് നമ്മളിപ്പോൾ രാവിലെ ടോയ്ലറ്റ് കിട്ടുന്നത് നമുക്കൊരു ഫ്രീ തോന്നുന്നില്ല അല്ലേ? ഒക്കെ ഫ്രീ ആയി എന്നല്ല. ആ ഒരു അനുഭവം പേഷ്യൻസിന് ഉണ്ടാവും. അവർക്ക് തന്നെ അതറിയാം കേട്ടോ. അപ്പോൾ ഇതെടുത്ത് മാറ്റാം. നല്ലോണം സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് ജസ്റ്റ് കഴുകുക. ഇതിൽ എന്താ പറയുക, തണല് ഉണക്കുക. ഇത് വീണ്ടും എന്താക്കും, കുളിയൊക്കെ കഴിഞ്ഞ് സാധാ ബാഗ് വയ്ക്കാം പേഷ്യൻ്റ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇതാണ്. പേഷ്യൻ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നു. പേഷ്യൻ്റ് ഹാവ് എ നോർമൽ ലൈഫ്. ജോലി ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ വലിയ പ്രയാസമല്ലാണ്ട് അവരുടെ ജോലികളൊക്കെ ചെയ്തോളും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ചെയ്യാം. ആകെ ഓഡ് സ്റ്റോമയായിരിക്കും, കൃത്യമായിട്ടുള്ള റൗണ്ട് ആയിരിക്കില്ല. അവിടെ ഇടയ്ക്ക് ഇങ്ങനെ വിങ്ങി അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ പേസ്റ്റ് എടുക്കും. ഈ പേസ്റ്റ് എടുത്ത് ശരിക്കും നമ്മൾ സിമെന്റ് ഇടുന്നില്ല, അതുപോലെ ഇതിന് മുഴുവൻ ഫില്ല് ചെയ്യാന്ന് പറയും. ഫില്ല് ചെയ്തിട്ട് പിന്നെ ബാഗ് ഒട്ടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇത് വീഴുകയും ചെയ്യും. ക്ലിയർ ആയോ? ഇതിന്റെ തന്നെ ഇപ്പൊ റിങ് വരുന്നുണ്ട്. ഇത് 95 rupees ആണ്. കുറെ വർഷമായി 95. ഇപ്പൊ റിങ് വരുന്നുണ്ട് കേട്ടോ. വീണ്ടും കോസ്റ്റ്ലി. ആ റിങ്ങൊക്കെ എന്താ വെച്ചാൽ റിട്രാക്ഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മോളിൽ കൂടി നമുക്ക് ബാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഈ ബാഗിലേക്കാണ് വീഴുക, മലം കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും നോക്കുന്നത് എന്താ, കോസ്റ്റ്ലി ആണെങ്കിൽ ആർക്കൊക്കെ വാങ്ങാൻ പറ്റും, വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഉണ്ട്. അവൈലബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് വാങ്ങിക്കാൻ ചെയ്യാം. ഇപ്പം ഇത് 2 ഇതൊരു സ്കിൻ ബാരിയർ ആണ്, സെൻസി എന്ന് പറഞ്ഞത്. ഇത് വന്നിട്ട് അഡ്ജസ്റ്റീവ് റിലീവർ ആണ്. ഈ സ്കിൻ ബാരിയർ ഇട്ടിട്ടാണ് പലരും വന്നിട്ട് സ്കിൻ ബാരിയർ പോലെ സ്കിൻ ബാരിയർ ഇടും. പിന്നെ അതിന് മുകളിൽ പൗഡർ ഇടും. അത് മുഴുവൻ നല്ലോണം തട്ടി അതിന് ശേഷം ബാഗ് വെക്കുന്നത്. ചില സമയം ആൾക്കാർ പറയാണ്ട് ബാഗ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നത് കേട്ടോ. അതിനാണ് ഈ സ്റ്റിങ് ഫ്രീ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ഉണ്ട്. ടോട്ടലായിട്ട് ഒരാൾ ഒരു ഫുൾ പാക്കേജ് ബാഗ് വരുമ്പോഴേക്കും 10ന്റെ അടുത്ത് ചെല്ലും. 10,000 കുറവേ അല്ല
കേട്ടോ. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ വെച്ചാൽ പേഷ്യൻസിന്റെ അടുത്ത് സ്കിൻ കെയർ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സാധനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് അവര് അറിയേണ്ട ഒരു കാര്യം. ഇത് ഇട്ടതുകൊണ്ട് വന്നിട്ട് ലീക്ക് ആവില്ല എന്ന് നമുക്ക് പറയാനും പറ്റൂല. കാരണം ഇതിന്റെയൊക്കെ ഇത് അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കണം. നേരത്തെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഞാൻ കണ്ട ഒരു പേഷ്യന്റ് ഉപയോഗിക്കുന്നത് ഈ ബാഗാണ്. അപ്പം പേഷ്യന്റ് വന്നിട്ട് ഈ സ്കിന്നിന് പ്രോബ്ലം വരണ്ട, ഒട്ടിച്ചെടുക്കുന്ന പേഷ്യന്റ് ആയതുകൊണ്ട് സ്കിൻ പ്രോബ്ലം വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ പേഷ്യന്റിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ യൂസബിൾ ബാഗ് യൂസ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. പേഷ്യന്റ് എന്നോട് തന്ന മറുപടി എന്താ പറഞ്ഞതെന്ന് അറിയോ? എനിക്കിതിന്റെ ആവശ്യമില്ല, എനിക്കിത് ഉപയോഗിച്ചാലും വരില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ഒട്ടിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചതുകൊണ്ട് ആലോചിക്കുന്നത് ഇങ്ങനെ ഒട്ടിക്കാണ്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ ഒട്ടിക്കാണ്ട് ഇരിക്കണം, അതിന് നിങ്ങൾ എന്താ ചെയ്തത്? അയാൾ എന്താ ചെയ്തത്? ഇത് 2 സൈഡ് ഓട്ടം അയാളെ തല പോയതാ ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ല സുഖമായിട്ട് എന്നിട്ട് ഇത് വെച്ചിട്ട് അയാൾ നല്ല അണ്ടർവെയറിന്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്, ഇതിന് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ തലയിൽ പോയോ? അത് പോയിട്ടേ ഇല്ല. അതിനുശേഷം ഞാൻ ഏത് ട്രെയിനിങ് പ്രോഗ്രാം പോകുമ്പോൾ ആൾക്കാരോട് പറയാറുണ്ട്, പേഷ്യന്റ് എന്താ ചെയ്യണത് നിങ്ങൾ നോക്കുകയാണ്. പലപ്പോഴും നമുക്ക് പേഷ്യന്റ് അടുത്ത് പഠിക്കാൻ കിട്ടും. ഞാനിവിടെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അവർക്ക് ഈ സ്റ്റോമക് കെയറിനെ പറ്റിയിട്ടായിരുന്നു ക്ലാസ്, സ്റ്റോമയും ലിംഫെഡിമയും പറ്റിയിട്ട്. അപ്പൊ സ്റ്റോമക് കെയർ തന്നു പറഞ്ഞാൽ അവർക്കൊരു സ്റ്റോമ യൂണിറ്റ് ഉണ്ട് അവിടെ കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയെങ്കിലും പോയി. സ്റ്റോമ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയിൽ വർക്കുകയാണെങ്കിൽ ഒരു നേഴ്സേ അല്ല, ഒരു ക്വാളിഫൈഡ് നേഴ്സും അല്ല, ഏനും പോലും ഇല്ല. പക്ഷെ അത് വന്നിട്ട് അവിടെ എന്താ പറയാ, നമ്മുടെ ഈ OPD-ലൊക്കെ നിൽക്കില്ലേ പിള്ളേരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ നിന്ന് അവൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം കണ്ടിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ആ കുട്ടിയാണ് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണമെന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഭയങ്കര തലയായിട്ട് ഞാൻ പോയപ്പം ഞാൻ കണ്ടച്ചോ നല്ല തട്ടിയോ, ഒരു മുസ്ലിം പേഷ്യൻ്റ് ആയിരുന്നു, നല്ല തട്ടിയുണ്ട്, വയറൊക്കെ നല്ലോണ്ട്, അയാൾക്ക് ഒരു സ്റ്റോമ ഉണ്ട്. അപ്പം ഞാൻ കണ്ടത് ഞാൻ പറയാം, അങ്ങനെ ഞാൻ നോക്കി, ഞാൻ പോയിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഫുൾ പ്ലാസ്റ്റേഴ്സ് ഇട്ട് ഒട്ടിച്ച് വെച്ചിരിക്കണം, 1.4 ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഈ ബാഗ് എത്ര ദിവസമായി? കഴിഞ്ഞ 3 ആഴ്ചയായിട്ടാണ് ആ ഡിസ്പോസിബിൾ ബാഗ് അയാൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അയാൾ ജസ്റ്റ് എന്തെങ്കിലും ഓപ്പൺ ചെയ്യും, താഴെ കൂടി മലം പോവും ഇങ്ങനെ. അപ്പൊ അയാളുടെ വയറ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾക്ക് ലീക്കിംഗ് ഒന്നും ഇല്ലേ? അപ്പോൾ ഈ ലീക്കിംഗ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും മൈക്രോപോർ ഒട്ടിച്ച് വെച്ചതിന് ഒരു കാരണമുണ്ട്. കാരണം പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ എനിക്ക് അഫോർഡബിൾ അല്ല. കാരണം 5 ദിവസം പറയുന്നുണ്ടെങ്കിൽ ചില ദിവസം 3 ദിവസം ആകുമ്പോഴേക്ക് തന്നെ ഇത് പ്ലേറ്റിൽ പോകും. അപ്പം എനിക്ക് പൈസ ഇല്ല അത്ര. അപ്പം ഞാൻ ആ സ്റ്റാഫിൻ്റെ അടുത്ത്, അപ്പോൾ ആ കുട്ടി ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി, അപ്പം ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ഞാൻ പറഞ്ഞൊന്ന് കാണും നീ എന്താ ചെയ്യുന്നതെന്ന് കേട്ടോ. അതെന്താ ചെയ്തതെന്നറിയാം, ഇയാൾ ചെയ്തത് തന്നെ ആ കുട്ടിയും ചെയ്തത്. അത് ഇതെടുത്തു വേറൊരു ബാഗ് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് മുഴുവൻ മൈക്രോഫോൺ വെച്ചോ ഒക്കെ ഒട്ടിച്ചു കൊടുത്തു. ഇയാൾ ഇനിയിപ്പോൾ ഇവിടെ എപ്പോഴാണ് വരിക? 3 ആഴ്ച കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ പറയാ, മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് അവർ പഠിക്കുന്നത് പലതും പേഷ്യൻസിന്റെ അടുത്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ പേഷ്യന്റ് നല്ല ഭംഗിയായിട്ടാണ് അത് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കുളിക്കുന്ന സമയത്ത് അവർ നല്ലൊരു പ്ലാസ്റ്റിക് അങ്ങോട്ടേക്ക് കിട്ടും. ജാസ്തി വെള്ളം ഒഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കും. കുറേ അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആദ്യം കഴുകും, അതിന് ശേഷമാണ് പെട്ടെന്ന് വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അയാളത് ചെയ്യുന്നത്. കാരണം അയാൾക്ക് പൈസ ഇല്ല. 2, അവിടെ അവർ റീയൂസബിൾ അയാൾക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, കാരണം അവർക്ക് അത് കോസ്റ്റമൈസ് ചെയ്യേണ്ട അറിയില്ലായിരുന്നു. റീയൂസബിൾ അതേ സെയിം കോസ്റ്റ്ലിയാണ്. അത് എടുത്തെടുത്ത് മാറ്റാനുള്ള അയാൾ ചെയ്യുന്ന ആ ജോലിക്ക് അയാൾക്കതൊരു എന്താ പറയുക, ഒരു ബാരിയറാണ്. അത് പറ്റുന്നില്ല അയാൾക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് അയാൾ ഈ ബാഗ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നേരത്തെ ഞാൻ ആദ്യം കണ്ടൊരു ഫോട്ടോ കണ്ടിരുന്നോ? ഇലിയോസ്റ്റം താഴെ വന്നിട്ട് ഇട്ടിട്ട് അതൊരു ബാഗിലാക്കി. എന്താണെന്നറിയോ, അറിയുമ്പോ അതങ്ങടേക്ക് പൊയ്ക്കോളും. അല്ലെങ്കിൽ ഇയാൾ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കേണ്ട പ്രയാസങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ് അവർ നേടാൻ. പലപ്പോഴും അങ്ങനെ നടക്കാറില്ല കേട്ടോ. അവർക്ക് തന്നെ അറിയാം അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങളിത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്താണ്, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ വരണം. അപ്പൊ നമ്മൾ 2-3 കാര്യം
അടുത്ത് തന്നെ പഠിച്ചെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞല്ല ഒട്ടിക്കുന്ന അയാളിൻ്റെ അടുത്ത് കാണിച്ചു, ഞാൻ ഒട്ടിക്കാറില്ല, ഇതിന്റെ കട്ടി ഓട്ടാക്കിയിട്ട് കെട്ടിയിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. പേഷ്യന്റ് തന്നെ അവരുടെ തലയിൽ ഓടുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ പറഞ്ഞയച്ചു പേഷ്യന്റെ അടുത്ത് ബീഡി വലിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല. അയാളുടെ ഒരു പ്ലസ് പോയിന്റ് എടുത്ത് സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ രാവിലെ സിഗരറ്റ് വലിച്ചിട്ട് ബാത്റൂമിൽ പോയിരുന്ന മല പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞറിയോ, സിഗരറ്റ് വലിച്ചോളാം. കാരണം അയാൾ ഒരൊറ്റ സിഗരറ്റാ വലിക്കുന്നത്. ആ ഒരൊറ്റ സിഗരറ്റ് കൊണ്ട് അയാളുടെ ജീവിതമൊന്നും അവിടെ മാറ്റി മറിക്കാനൊന്നും നമ്മൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വലിച്ചോളാന്. അല്ല എനിക്കെന്താ പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല. അയാളുടെ മരം പോകുന്നുണ്ടോ? കൃത്യമായിട്ട് പോകുന്നുണ്ട്. നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോകുമ്പോൾ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കണം, അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് നമ്മൾ അറിയണം. അത് കൂടിയേ നമ്മളും പോകാൻ പാടുള്ളൂ എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ അറിയുന്ന കാര്യം എല്ലാം കൂടി പേഷ്യന്റെ മുകളിലേക്ക് ആക്കാൻ നോക്കരുത്. അതാണ് പണ്ട് അതായിരുന്നു, ഇത് കഴിക്കരുത് അത് കഴിക്കരുത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പേഷ്യന്റിനോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം പേഷ്യന്റ് എന്ത് കഴിക്കാൻ പറ്റും അത് അവർ കഴിക്കട്ടെ. അവർക്കത് ബുദ്ധിമുട്ടാന്ന് തോന്നുകയാണെങ്കിൽ അവരത് നിർത്തട്ടെ. അപ്പൊ അടുത്ത ഫുഡ് അവര് നോക്കിക്കോളും. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? ഇറിഗേഷൻ. ഓക്കെ, എത്ര ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് ഇറിഗേഷൻ? IPM ഒക്കെ ഉണ്ടാവല്ലോ, ഇവിടെ സ്ഥിരം ഉണ്ടാവല്ലേ. ഇറിഗേഷൻ ആരെങ്കിലും ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടോ നിങ്ങളുടെ യൂണിറ്റില്? ഇല്ല, ഞങ്ങൾ ഇപ്പം ഇല്ല. അതായത് എന്താ പറയാ, കബഡി, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, എന്താ പറയാ, ഒരാളായിട്ട് സിമ്പിൾ എക്സസൈസ് ചെയ്യാം. എയറോബിക് എക്സസൈസ് നമുക്ക് ചെയ്യാം. സ്വിമ്മിങ് ചെയ്യാൻ പറ്റും, സൈക്ലിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അല്ലെങ്കിൽ റിഗറസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പേഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇൻക്ലൂഡിങ് വെയിറ്റ് എടുക്കുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഹെർണിയാണ്. പല പേഷ്യൻസ് ലാൻഡ് അപ്പ് ആവുന്ന ഹെർണി എന്താണെന്ന് അറിയാം, വെയിറ്റ് എടുത്തിട്ട്. ട്രാവലിംഗ് നിങ്ങൾക്ക് അറിയാം, ട്രാവൽ എപ്പോഴും എക്സ്ട്രാ ബാഗ്സ് പേഷ്യന്റെ കയ്യിൽ വെക്കാൻ പറയണം. അത് വെക്കാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. ക്ലോതിങ് ഒരു പ്രോബ്ലം ഇല്ല, എങ്ങനത്തെ വേണമെങ്കിൽ ഡ്രസ്സ് നിങ്ങൾക്ക് ഇടാവുന്നുണ്ട്. ഞാൻ തന്നെ അറിയുന്ന ഒരാളുണ്ട്, അയാൾ വന്ന് ജീൻസ് ഒക്കെ ഇട്ട് മുന്നിൽ വന്ന് നമ്മൾ അറിയില്ല അയാൾക്ക് കൊളസ്ട്രോൾ ചെയ്ത പേഷ്യന്റ് ആണ്. അത്ര അത് ഇന്നൊക്കെ ചെയ്തിട്ടറിയില്ല. ഇറിഗേഷൻ ഞാൻ വരാം കേട്ടോ. കുറച്ചൊരു ഫോട്ടോസ് കാണിച്ചിട്ട് നോക്കാണ്. ഇതാണ് റിട്രാക്റ്റഡ് സ്റ്റോമ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്. കണ്ടാ സ്റ്റോമ എങ്ങനെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് കണ്ടാ. ഇതൊക്കെ എപ്പോഴും വരുന്ന ബുദ്ധിമുട്ട് എന്താണ്, മരം ബാഗിലേക്ക് വീഴില്ല ഇങ്ങനെ. അപ്പൊ ഇവർക്കൊക്കെയാണ് റീകൺസ്ട്രക്ഷന് വേണ്ടി. അപ്പൊ റീകൺസ്ട്രക്ഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകണ ആവശ്യമില്ല. നമ്മുടെ തങ്ങൾക്ക് സാധനങ്ങളില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റോമ, ഹോളിസ്റ്റർ ആവട്ടെ, കോളോപ്ലാസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ആവട്ടെ, അവരുടെ ഇതിന്റെ സാധനങ്ങൾ അവൈലബിൾ ആണ്. റിങ് പോലത്തെ അതിൻ്റെ ഒരു ഇതാക്കിക്കോളൂ, പേഷ്യന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒന്ന്. പിന്നെ വേറൊരു കാര്യം എന്താണ്, കോൺവെക്സ് ടൈപ്പ് ഇത് വരുന്നുണ്ട്, ബാഗ്സ് വരുന്നുണ്ട്. കോൺകേവ് ടൈപ്പ്, കോൺവെക്സ് ടൈപ്പ്. യൂഷ്വൽ പേഷ്യൻസ് യൂസ് ചെയ്യുന്നത് കോൺകേവ് ടൈപ്പാണ്. കോൺകേവ് ടൈപ്പാണ് യൂഷ്വലി. കോൺവെക്സ് എന്താണ്, അത് ഉള്ളിലോട്ട് പോയതുകൊണ്ട് അതുപോലത്തെ ഇത് ഇല്ലെങ്കിൽ, ബ്ലേസ് പ്ലേറ്റ് ഇല്ലെങ്കിൽ മലം വീഴില്ല. അപ്പൊ നമുക്ക് കോൺവെക്സ് ടൈപ്പ് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ബാഗ് വരുന്നുണ്ട്. ആ ബാഗിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇതിന് ഞാൻ 8 വർഷം എടുത്തു, എനിക്കിതെടുത്ത് അടുത്ത പ്രശ്നമാവും. ഇതാ ഈ ബാഗിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, നമ്മളിപ്പോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഒന്നും അതിനെ എന്താ പറയാ ഒന്ന് പ്രസ് ചെയ്യണം സൈഡിൽ, എന്നിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അതിന് എന്താ പ്രത്യേകത എന്നറിയാം, ഒരു സ്റ്റോമ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ആ സ്റ്റോമയുടെ അടുത്തേക്കായിട്ട് കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയത് ഓട്ടോമാറ്റിക് ആവുന്നതാണ്. ഇതിന്റെ ഗം അങ്ങനത്തെയാണ്. പക്ഷെ എല്ലാം പറയുമ്പോൾ എന്താ, വീണ്ടും പ്രൈസ് ഏറ്റവും വലിയ തന്നെ പോകുന്നതാണെങ്കിൽ, അതായത് പേഷ്യന്റ് കുനിയുമ്പോൾ പുറത്തേക്ക് ചാടുന്നുണ്ട്, കിടക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നു. അതാണ് ഒന്ന്. രണ്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ ഫിംഗർ കൊണ്ട് നമുക്ക് അതിനെ സൈഡിൽ പ്രസ് ചെയ്തിട്ട്
പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കാനും പറ്റും. പക്ഷേ കിടക്കുമ്പോഴും പോകുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മേ ബി ഉള്ളിൽ എന്തോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അത് കാരണമായിരിക്കും. അപ്പൊ നമ്മള് പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് എവിടേക്ക് അയക്കണം? സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഇതൊരു പ്രൊലാപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ റെട്രോപെറ്റിയാണ്, അതിനെപ്പറ്റി ഞാൻ വരുന്നില്ല കൂടുതൽ നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഇനി പിന്നെ നോക്ക്, നിങ്ങളുടെ ഹെറണിയ സൈഡ് വ്യൂ നോക്ക്. ഈ ബാഗൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കുറച്ച് ദിവസത്തിന് കൊളസ്ട്രോമീസിൽ കാരണമാണ്. കൊളസ്ട്രോമി ഒന്നും പേഷ്യൻസ് ചെയ്യുന്നില്ല, ഈ സിഗ്മോയിഡ് കോളൻ ഇങ്ങനത്തെ അവർക്കാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കഴിവതും പേഷ്യന്റ് ഒന്ന് വെയിറ്റ് വെക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ വെയിറ്റ് ശ്രദ്ധിക്കണം. വെയിറ്റ് കൂടുന്നവർ എന്താവും? ആദ്യം ഇതാണ് ചാടുക. 2 വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുക്കാണ്ടിരിക്കുക. അതിനാണ് അവരോട് പറയുന്നത് സിമ്പിൾ എക്സസൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസ് ഇറങ്ങി വരികയാണെങ്കിൽ മിക്കവാറും ആരും തൊടുകൂല. പേഷ്യന്റ് പറഞ്ഞാൽ അവർ പറയും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനേ പറയുള്ളൂ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് വീണ്ടും പേഷ്യൻസ്. ഓക്കെ, മാനേജ്മെന്റ് റിയേഷൻസ് കണ്ട എലാസ്റ്റിക് സപ്പോർട്ട് ബെൽറ്റ് വിത്ത് ഓപ്പണിംഗ് ഫോർ ദ സ്റ്റോമ, അതാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സാധനം. ഓക്കെ, പക്ഷെ വീണ്ടും ഇതിനൊക്കെ റീലൊക്കേറ്റ് ഇമ്പോർട്ടൻറ്റ്. ബ്ലീഡിങ് നിങ്ങൾക്കറിയാം, ഡുമൻ ബ്ലീഡിങ് ആണെങ്കിൽ മേജർ ബ്ലീഡിങ് ഡുമനാണ് വരുന്നതെങ്കിൽ ഇമീഡിയറ്റ് ആക്ഷൻ വേണം. എൻ്റെ അറിവിൽ ഞാൻ ഒരൊറ്റ പേഷ്യന്റ് മാത്രമേ അറിയുള്ളൂ പേഷ്യന്റ് ബ്ലീഡിങ് ആയിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ടേബിളിൽ നിന്ന് മരിച്ചത്. തിയേറ്ററിൽ നിന്ന് തന്നെ പേഷ്യന്റ് എത്തായി. പഠിച്ചവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് അറിയാം. നമ്മളെ ഒരു എന്താ പറയാ ടീച്ചർ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്, കൊച്ചു കുട്ടികളെ പോലെ നമ്മൾ ഏറ്റവും ചെയ്യാം. നമുക്ക് എല്ലാ ക്ലാസ്സും വളരെ യൂസ്ഫുൾ ആയിട്ട് എടുത്തു തരുന്ന സ്റ്റെല്ലാജിക്ക് ആദ്യം വരെ നമ്മളെല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇനിയും നല്ല ക്ലാസ്സുകൾ, ഇനി ഒരുപാട് ക്ലാസ്സുകൾ സ്റ്റെല്ലാജിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ വേറൊരു എക്സ്ട്രാ നമ്മളെ എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല. പിന്നെ സ്റ്റെറൈൻ ടെക്നിക്ക് കുറെ ക്ലാസ് വേണം. അതിന്റെ കൂടെ ഈ ലാബ് റിപ്പോർട്ട്സ് ഇല്ലേ സ്നേച്ചി, മറ്റേ കൾച്ചർ അറിയില്ല, നമ്മളിതിൽ വന്നിട്ടില്ല. പെട്ടെന്ന് ഇപ്പൊ ഒരു ഓർമ്മ വന്നതുകൊണ്ടാണ്. കാരണം പേഷ്യന്റ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? ഓരോരോ കിറ്റിന്റെ അനുസരിച്ചാണ് ലാബിന്റെ റേഞ്ച് വരുന്നത്, നോർമൽ റേഞ്ച് വരുന്നത്. അപ്പൊ ഒരു പേഷ്യന്റ് ചോദിച്ചുകൊണ്ട് ഒരു പേഷ്യന്റ് ലാബ് ഇൻവെസ്റ്റിഗേഷന്റെ എന്താ പറയാ നോർമൽ നിങ്ങളോട് ചോദിച്ചു ഒരിക്കലും ഇതാവരുത്. എന്താ പറയാ അല്ലല്ല, പേടിക്കല്ല, ഒരു വെപ്രാളപ്പെടരുത് എന്നാ പറഞ്ഞത്. വെപ്രാളപ്പെടേണ്ട ഒരു ആവശ്യമില്ല. മോസ്റ്റ്ലി മെഡിക്കൽ കോളേജ് വിട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. മെഡിക്കൽ കോളേജ് വിട്ട് കഴിഞ്ഞാൽ എല്ലാ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വരുന്നതിൽ നോർമൽ റേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ആ നോർമൽ റേഞ്ച് നോക്കി നിങ്ങൾക്ക് പറയാം. പിന്നെ ഡോക്ടേഴ്സ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി എഴുതല്ലോ, സ്കാനിങ് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ ജസ്റ്റ് റൂൾ ഔട്ട്. സ്കാനിങ് എങ്ങനെയെന്നല്ല, ഇപ്പോൾ സ്ട്രോക്ക് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ MRI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അതിന് ചേഞ്ചസ് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഒരു സ്കാൻ എപ്പോഴും ഒരു MRI ആയിട്ട് CT സ്കാൻ വായിക്കുമ്പോൾ താഴത്തെ ഇംപ്രഷൻ മാത്രം ഒരിക്കലും വായിക്കരുത്. മനസ്സിലാകുന്നത്? ഇപ്പൊ എൻ്റെ ഒരു USG അബ്ഡോമിന്റെ CT സ്കാനാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ, അതിൻ്റെ അകത്ത് എൻ്റെ ലിവറിനെ പറ്റിയിട്ട്, എൻ്റെ കിഡ്നീനെ പറ്റിയിട്ട്, റൈറ്റ് ലെഫ്റ്റ്, അതിൻ്റെ എന്താ പറയാ വലിപ്പം ചെറുപ്പം ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തൊട്ടേ വായിക്കണം കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്തുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇംപ്രഷനിൽ എന്താ പറയുന്നത് വെച്ചാൽ ഓൾ ടുഗദർ ആയിട്ടാണ് സാധാരണ ഇംപ്രഷനിൽ പറയുക കേട്ടോ. ലിവർ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത്. പക്ഷെ എല്ലാം കൂടി വായിക്കുന്ന ഓരോ സെഗ്മെന്റ്സ് ഉണ്ട്. ലിവറിന് തന്നെ ഇപ്പൊ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് സെഗ്മെന്റ്സിന്റെ കുറെ കാര്യമുണ്ട്. അപ്പൊ ഓരോ ഇതായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്കാൻ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾക്ക് വരുന്ന പേഷ്യൻസിന്റെ സ്കാനിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് റിവ്യൂ ചെയ്തിട്ട് നോക്കുക. 2-3 സ്കാനിങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെന്താ ചെയ്യുക. അത് MRI ആയാലും അങ്ങനെ തന്നെയാണ് അത് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പഠിക്കും അതിന്റെ ചേഞ്ചസ് എന്താണെന്ന് കേട്ടോ. പിന്നെ രണ്ടാമത് എല്ലായിടത്തും സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലേ, അത് റീൽ എടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഒരു ഹൈപ്പോടെൻസി അല്ലെങ്കിൽ ഹൈപ്പോലീഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം മലയാളത്തിലൂടെ പറഞ്ഞു തരുന്നത് അർത്ഥം അല്ലേ. ഏഴിലേക്ക് പോകരുത്, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ 4 സ്കാൻ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ CT സ്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ അകത്ത് എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പൊ അതിങ്ങനെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടായില്ല. അതാണ് ഏറ്റവും വ്യത്യാസം. കുറെയൊക്കെ നോക്കി മനസ്സിലാക്കണം. ഇപ്പം ഒരു 10
HB ഉള്ള ആള് വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരാളാണ്. അതേപോലെ 10 HB ആൾ വീണ് നടക്കുന്ന ആൾക്കാരും നമ്മൾ കാണാറുണ്ട്. പിന്നെ നോർമൽ എന്ന് പറയുമ്പോൾ ലേഡീസിന് നമ്മൾ പറയും 12 ഒരു 12 ഉണ്ടാവണം എന്നുള്ളത്. മെന്ന് പറയുമ്പോൾ 13-14 ആണ് പറയുന്നത്. വ്യത്യാസം വന്നു. ഇത് തന്നെ ഒരു എൽഡേർലി ഒരാൾ വരുമ്പം അയാൾക്ക് വേണമെങ്കിൽ ഞാൻ പറയും അയാൾക്ക് ഒരു 12 ഉണ്ടെങ്കിൽ തന്നെ നല്ലതാ. 13-14 ഇടാറ് പറയാം. ഏജായി അയാളുടെ ഭക്ഷണ രീതികൾ ഇതൊക്കെ വരുമ്പോ അപ്പൊ നോർമൽ റേഞ്ച് ഇപ്പൊ നമ്മൾ നോർമൽ റേഞ്ചിന് ബിപിന്റെ കാര്യം തന്നെ ഇപ്പൊ ചേഞ്ച് ആയി. പണ്ട് 110/70 അത് കഴിഞ്ഞപ്പോ 120/80. ഇപ്പൊ എന്താ BP എങ്ങനെയാ നോക്കുന്നത്? ഇയാളുടെ ജോലി എന്തൊക്കെ അതിനനുസരിച്ചാണ്. ബോഡി മാസ് ആണ് ഏറ്റവും ഫസ്റ്റ് നോക്കുന്നത്. നമ്മള് പഠിച്ചിട്ടാണോ, എങ്ങനെയാണ്, എന്റെ ജോലി എന്താ, ഞാൻ ഗുസ്തി പിടിക്കുന്ന ആളാണോ, വെയിറ്റ് എടുക്കുന്ന ആളാണോ, അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബിപിയിൽ ഇത് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. 130/90 ഒക്കെ ഓക്കെ ആണെന്നാ പറയുന്നത്. ഷുഗർ അറിയോ? 200 പറയുന്നത് 200 പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പത്തെ റീസെന്റ് സ്റ്റഡി പറഞ്ഞതാണ് 200. പക്ഷെ എന്തെന്ന് വെച്ചിട്ട് ഒരു വയസ്സായ ഒരാള് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങാണ്, അയാളുടെ ഷുഗർ ചിലപ്പോൾ 120 ആകുമ്പോൾ അയാൾ തലകറങ്ങുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ ലെവല് അതാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് കൂടുതൽ നോക്കുന്നത് എന്താ അറിയാം? നോർമൽ റേഞ്ച്, അയാളുടെ ജോലി, അയാളുടെ ഭക്ഷണം, എല്ലാ രീതിയിലും നോക്കിയിട്ടാണ് നോക്കുന്നത്. കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ തന്നെ പഠിക്കണം. ഇലക്ട്രോലൈറ്റ്സ് ലെവൽ നിങ്ങൾ അറിയണം. സിറം ഇലക്ട്രോലൈറ്റ്സ്, LFT ചില സാധനങ്ങളുണ്ട്, കൊളസ്ട്രോള്, ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എത്രയാണ് ചെയ്യുന്നത്? ആ സമയം ഇതിൽ തന്നെ നമ്മളൊരു HP ടോട്ടൽ കൗണ്ട് നോക്കിയിട്ട് അതിന്റെ WBC എത്രയായിരിക്കണം എന്നറിയാം. ഈ ഒരു പിന്നെ ഒരു കീമോ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ മാക്സിമം എത്ര ഉണ്ടാവണം? കീമോ എടുക്കുന്ന സമയത്ത് ന്യൂട്രോപീനിക് ആവാതിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ എത്ര വേണം എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് നല്ലതാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഈ റേഞ്ച് എടുത്ത് പഠിക്കുക. സബ്ക്ക് കുറെ ഇഞ്ചക്ഷൻസ് ഉണ്ട്, കൊടുക്കാൻ പറ്റുന്നതുണ്ട്, കൊടുക്കാൻ പറ്റാത്തതുണ്ട്. അപ്പൊ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ തന്നെ പഠിക്കാം.